മറിയം 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 യേശു ക്രിസ്തുവിന് തൊട്ട് താഴെയുള്ള ആളാണ്. മനസ്സിലാവും? പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ് എന്ന ത്രിയേക നിന്റെ ചിത്രത്തിൽ നിന്ന നേത്രങ്ങൾ കൊണ്ടു നോക്കുക. ഒട്ടരാം ഞങ്ങൾ നിൻ പാതേ വന്നു മോങ്ങുന്നു തള്ളെ കാണുക. കണ്ടോ, പരിശുദ്ധ കന്യാമറിയത്തെ അവമാനിക്കുന്നതാണ്. തള്ളെ കാണുക. ശരിക്കും ഈ വാരിയറിലൊക്കെ റിയൽ ഈവിളാണ് പ്രവർത്തിക്കുന്നത്. റിയൽ ഈവിൾ. ആ ഈവിളിൻ്റെ പൊസഷൻ അതിൻ്റെ ഒരു 90% വാരിയറിലൊക്കെ ഉണ്ടെന്ന് വേണം നമുക്ക് പറയാൻ പറ്റും. പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ് എന്ന ത്രിയേക നിന്റെ ചിത്രത്തിൽ നിന്ന നേത്രങ്ങൾ കൊണ്ടു നോക്കുക. ഒട്ടരാം ഞങ്ങൾ നിൻ പാതേ വന്നു മോങ്ങുന്നു തള്ളെ കാണുക. ഗിലിയമ്മേ നിന്റെ ചിത്രത്തിൽ നിന്ന നേത്രങ്ങൾ കൊണ്ടു കാണുക. ഒട്ടരാം ഞങ്ങൾ നിൻ പാതേ വന്നു മോങ്ങുന്നു തള്ളെ കാണുക. ഗിലിയമ്മേ ഗിലിയമ്മേ നിന്റെ നേത്രങ്ങൾ കൊണ്ട് നോക്കുക. നിൻ പാതേ നിൽക്കുന്നു ഗിലിയെ ഒപ്പിനെ വെടിവീരൻ തങ്ങൾ വെപ്പാട്ടിയാകും കൊച്ചമ്മേ ഒന്നു നോക്കണേ. വെടിവീരൻ തങ്ങൾ വെപ്പാട്ടിയാകും കൊച്ചമ്മേ ഒന്ന് നോക്കണേ. ഞങ്ങളങ്ങയെ വാഴ്ത്തിപ്പാടിക്കൊണ്ടിരുത്തുന്നു റോഡിൽ തെണ്ടുവാ. ഞങ്ങളങ്ങയെ വാഴ്ത്തിപ്പാടിക്കൊണ്ടിരുത്തുന്നു തെരുവിൽ തെണ്ടുവാ. ഗിലിയമ്മേ നിന്റെ ചിത്രത്തിൽ നിന്ന നേത്രങ്ങൾ കൊണ്ടു നോക്കുക. പൊട്ടരാം ഞങ്ങൾ നിൻ പാതേ വന്നു മോങ്ങുന്നു തള്ളെ കാണുക. ഗിലിയമ്മേ നിന്റെ ചിത്രത്തിൽ നിന്ന നേത്രങ്ങൾ കൊണ്ടു നോക്കുക. പൊട്ടരാം ഞങ്ങൾ നിൻ പാതേ വന്നു മോങ്ങുന്നു തള്ളെ കാണുക. മുകളിൽ ഒരു ലിങ്ക് ഇട്ടിട്ടുണ്ട്. ഇതാണ് ഗിലിയ ഫാർനസ്. ഇവിടെ സഹോദരന്മാരെ, ഈ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. മൈക്ക് വെച്ചതിന്റെ സ്പെഷ്യലാണ്. മൈക്ക് കൊണ്ട് നേരിട്ട് വരട്ടെ. പ്രിയപ്പെട്ട സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, അനിൽകുമാർ അയ്യപ്പൻ്റെ നേതൃത്വത്തിലുള്ള സോഷ്യൽ മീഡിയ ക്രിമിനൽ കൂട്ടം നമ്മൾ കുറേ കാലം മുമ്പ് അതിശക്തമായി അവരെ നേരിടുകയും അവരുടെ ആശയങ്ങളെ തുറന്നു കാണിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ട് പല വീഡിയോകൾ ചെയ്യുകയും ഇവരെക്കുറിച്ചുള്ള ഒരു പ്രചരണം നടത്തുകയും ഇവരെ സൂക്ഷിക്കണമെന്നും ഇവർ യഥാർത്ഥത്തിൽ ക്രിസ്തുവിൻ്റെ വഴിയിലുള്ളവരല്ല എന്നുമൊക്കെ പറഞ്ഞ്
ശക്തമായ വീഡിയോകൾ ചെയ്യുകയുണ്ടായി. അത് ഒത്തിരി ആളുകളിലേക്ക് എത്തുകയും ഒത്തിരി ആളുകൾക്ക് തിരിച്ചറിവുണ്ടാകാനൊക്കെ ഇടയായി. ഈ കൂട്ടം വീണ്ടും അവരുടെ തനി സ്വരൂപമൊക്കെ കാണിച്ചുകൊണ്ട് വളരെ ശക്തമായി മുന്നോട്ട് വരികയാണ്. കാരണം അജി പോൾ എന്ന ഇവരുടെ കൂട്ടത്തിൽ തന്നെ ഉണ്ടായിരുന്ന ഒരു വ്യക്തിയാണ്, ധർമ്മദീപ്തി എന്നൊക്കെ പറഞ്ഞ് ഫേസ്ബുക്കിലുമൊക്കെ അറിയപ്പെടുന്ന ഒരു വ്യക്തി. തിയോളജിയൊക്കെ കുറേയൊക്കെ വായിക്കുകയും പഠിക്കുകയും ഒക്കെ ചെയ്തപ്പോൾ പരിശുദ്ധ കന്യാമറിയത്തിൽ നിന്ന് യേശുക്രിസ്തു ശരീരം സ്വീകരിച്ചു വന്ന 2000 വർഷത്തെ അപ്പസ്തോലിക ടീച്ചിങ്ങും അതിൽ ഒരു 90% പ്രൊട്ടസ്റ്റൻ്റ് ലോകവും പെന്തക്കോസ്, അമേരിക്കയിലൊക്കെയുള്ള വളരെ ഫേമസ് ആയ പെന്തക്കോസ് ഡിനോമിനേഷനുകൾ പോലും ഒരേപോലെ വിശ്വസിക്കുന്ന ഒരു കാര്യമാണ് പരിശുദ്ധ കന്യാമറിയത്തിൽ നിന്നാണ് യേശുവിൻ്റെ മനുഷ്യ ശരീരം എടുത്തത് എന്നുള്ളത്. അത് പറയാനുള്ള കാരണം അനേകം വചനങ്ങളുണ്ട്. അബ്രഹാത്തിൻ്റെ സന്തതിയായിരിക്കണം, സ്ത്രീയുടെ സന്തതിയായിരിക്കണം, ആദമിക സന്തതിയായിരിക്കണം, ഇങ്ങനെ അനേകം കാരണങ്ങളാൽ പരിശുദ്ധ കന്യാമറിയത്തിൻ്റെ ബയോളജിക്കൽ പുത്രനായി മാറിയെങ്കിൽ മാത്രമേ യേശു ഈ പ്രവചനങ്ങളൊക്കെ ശരിയാവൂ എന്നുള്ളത് കൊണ്ടാണ്. എന്നാൽ ഇതിനെയൊക്കെ വളച്ചൊടിച്ച് നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത വിധത്തിലുള്ള മണ്ടത്തരങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് ബൈബിളിൻ്റെ ഗ്രീക്ക് വേർഡിനെ തന്നെ വളച്ചൊടിച്ച് സ്പേർമ, വിത്ത് എന്ന് പറയുന്നതിന് അങ്ങനെയല്ല, അനന്തരാവകാശി എന്നുള്ളൊരർത്ഥം അതിന് ആ വേർഡിനുണ്ട്. ആ അർത്ഥമാണെന്നൊക്കെ സന്ദർഭത്തിൽ നിന്ന് അർത്ഥങ്ങളൊക്കെ മാറ്റി വളച്ചൊടിക്കുക. സ്വർഗത്തിൽ നിന്നാണ് യേശുക്രിസ്തുവിൻ്റെ മാംസവും രക്തവുമൊക്കെ വന്നെന്ന് പറയുക. പരിശുദ്ധ കന്യാമറിയത്തിൻ്റെ ഉദരത്തിൽ വെച്ചിട്ടാണ് യേശു മനുഷ്യ ശരീരം സ്വീകരിച്ചെന്ന് പോലും പറയാതെ പറയുക. അതിനേക്കാൾ ഉപരി ലോകത്തിലെ ഏറ്റവും വലിയ മണ്ടത്തരങ്ങളിലൊന്നായ മനുഷ്യത്വത്തിന് നിത്യതയുണ്ടെന്ന് പറയുക. മനുഷ്യത്വത്തിന് നിത്യതയുണ്ടെന്ന് പറഞ്ഞാൽ ദൈവതുല്യരായി മനുഷ്യർ, കാരണം നിത്യതയുള്ളത് ദൈവത്തിന് മാത്രമാണ്. ഇങ്ങനെ അനേകം ആശയങ്ങളിലൂടെ അനിലസ് നായർ എന്ന് പറയുന്ന TPM വിശ്വാസി എന്ന് പറയും, എന്നാൽ മൊത്തം പെന്തക്കോസുകാരെ രക്ഷകരായി അവതരിച്ചിരിക്കുന്ന ഒരു വ്യക്തിയാണ് ക്ലബ് ഹൗസിൽ. എന്നാൽ ഈ വ്യക്തിക്ക് ഈ പെന്തക്കോസ് സമൂഹത്തിൻ്റെ അനാബാപ്റ്റിസ്റ്റുകളുടെ രക്ഷകരാണ്, അപ്പോളജിസ്റ്റുകളാണ്, വിശ്വാസ പ്രതിരോധമെന്ന് പറയുന്ന ഈ ടീമിന്, ഈ ഷിജിമോൻ തങ്കപ്പൻ എന്ന ഈ വ്യക്തിക്ക്, അവരുടെ അനിൽകുമാർ അയ്യപ്പൻ എന്ന വ്യക്തിക്കോ ടീമുകൾക്കൊന്നും ആളുകളുമായിട്ട് സംവാദങ്ങൾ നടത്താനുള്ള ധൈര്യമില്ല. പണ്ടൊരു വാഴയുമായിട്ട് സംവാദം നടത്തി. കാരണം ആൽബർട്ട് യോഹന്നാൻ എന്ന് പറയുന്ന ജിയുടെ ആളിനെ വളരെ തന്ത്രപരമായി ആശയം പല രീതിയിൽ വിഷയം മാറ്റുക, അത് മാറ്റുക, ഇത് മാറ്റുക പറഞ്ഞ് കൺഫ്യൂഷൻ ഉണ്ടാക്കി അയാളെ ഓടിച്ചു വിട്ടിട്ട് അയാൾ വന്നില്ല എന്നും പറഞ്ഞ് ഒരു വാഴയുടെ മുന്നിൽ വെച്ച് സംവാദം നടത്തിയ ഒരു ചരിത്രം മാത്രമേ ഞങ്ങളുടെയൊക്കെ അറിയുള്ളൂ ഷിജിമോൻ തങ്കപ്പൻ എന്ന ഈ ടീമിന്. ഈ ട്രൂത്ത് ഫൈറ്റേഴ്സ് എന്ന് പറയുന്നത് ഊതി വീർപ്പിച്ച കുറേ മണ്ടശിരോമണികളായ ഇവരുടെ അടിമകൾ ഊതി വീർപ്പിച്ച മണ്ടന്മാർ മാത്രമാണ് എന്നാണ് എൻ്റെ വിലയത്. കാരണം ഇവർക്ക് ധൈര്യമുണ്ടെങ്കിൽ, ഇപ്പം അജി പറഞ്ഞ ആശയങ്ങൾ ബിബ്ലിക്കലി തെറ്റാണെന്ന് ഇവർക്ക് ഉറപ്പുണ്ടെങ്കിൽ അജി ഇവരെ വെല്ലുവിളിച്ചു. ഈ വെല്ലുവിളിക്കുന്ന സാഹചര്യം പോലും ഉണ്ടാകുന്നത് ഇവർ അജിയുടെ റൂമിലൊക്കെ വന്ന് ഞങ്ങളുടെ റൂമിൽ വാ തെളിയിക്കുന്നൊക്കെ പറഞ്ഞ് വെല്ലുവിളിക്കുന്നത് കൊണ്ടാണ്. ഇപ്പോൾ ഇവന്മാർ യഥാർത്ഥത്തിൽ ക്രിസ്തുവിൻ്റെ വഴിയിലല്ല എന്ന് ഇവർ സാത്താനിക് പെന്തോകളാണെന്നും ക്രിസ്തുവിനെ സ്നേഹിക്കുന്നവരല്ലെന്നും വചനത്തെ വ്യഭിചരിച്ച് അല്ലെങ്കിൽ വചനത്തിൻ്റെ പേര് പറഞ്ഞ് നാട്ടുകാരെ പറ്റിച്ച് യേശുക്രിസ്തുവിൻ്റെ അപ്പോസ്തലനായി യൂദാസ് എങ്ങനെ ജീവിച്ചോ അതുപോലെ ജീവിക്കുന്ന യേശുവിനെ ഒറ്റിക്കൊടുക്കുന്നവരാണ് എന്ന് ഞാൻ നിരന്തരമായി പറയുന്നതിന് ഇന്നലെ ഇവരിട്ട ഒരു റൂമാണ്. ഇവരുടെ അവരുടെ റൂമിൻ്റെ പേര് ഞാൻ പറഞ്ഞുതരാം. ദ സിൻഡിക്കേറ്റ് എന്ന് പറഞ്ഞൊരു റൂമാണ്. ദ സിൻഡിക്കേറ്റ് എന്ന് പറഞ്ഞാൽ ഇവരുടെ ട്രൂത്ത് ഫൈറ്റേഴ്സിൻ്റെ മെയിൻ മോഡറേറ്റർമാരെല്ലാം മോഡറേറ്ററായിരിക്കുന്ന ഇവരുടെ തന്നെ വിശ്വാസ പ്രതിരോധകർ, സിൻഡിക്കേറ്റ്, ട്രൂത്ത് ഫൈറ്റേഴ്സ്, ഇതെല്ലാം സോഷ്യൽ മീഡിയയിൽ ഇവരുടെ റൂമുകളാണ്. അപ്പോൾ ഈ റൂമിൻ്റെ ചില ക്ലിപ്പുകളാണ് ഞാൻ നിങ്ങളെ കേൾപ്പിക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് തിരുവചനം എന്താണ് പറയുന്നത്. ഇപ്പം ഞങ്ങൾ കത്തോലിക്കർ വിഗ്രഹാരാധികളാണ്, ഞങ്ങൾ കത്തോലിക്കർ വേശ്യ ലിലിയ കൊച്ചമ്മയെ ആരാധിക്കുന്നവരാണ്, ഞങ്ങൾ കത്തോലിക്കർ പപ്പട മതക്കാരാണ് എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ ഇതൊന്നും ഇല്ലാത്ത ആളുകളും തെറി പറയുന്നവരും വളരെ മോശപ്പെട്ടവരുമാണ്. എന്നാൽ ഇവരെക്കുറിച്ച് തന്നെ പറയുന്നത് ഇവർ വചനം ജീവിക്കുന്നവരാണ്, അപ്പസ്തോലിക ഉപദേശം ജീവിക്കുന്നവരാണ്, ഇവരാണ് യഥാർത്ഥ ക്രിസ്ത്യാനികൾ എന്നൊക്കെയാണ് പറയുന്നത്. ഞാൻ നിങ്ങളെ കുറച്ച് വചനങ്ങൾ, പ്രിയപ്പെട്ട സഹോദരന്മാരെ, കുറച്ച് വചനങ്ങൾ നിങ്ങളെ ഞാനൊന്ന് കേൾക്കാൻ ആഗ്രഹിക്കണം. ആദ്യമായിട്ട് ആരാണ് സാത്താൻ്റെ സന്തതികൾ എന്ന് നമ്മളൊന്ന് മനസ്സിലാക്കണം. 1 യോഹന്നാൻ 3 ദൈവത്തിൻ്റെ മക്കളാരെന്നും പിശാചിൻ്റെ മക്കളാരെന്നും ഇതിനാൽ വ്യക്തം, നീതി പ്രവർത്തിക്കാത്ത ഒരുവനും ദൈവത്തിൽ നിന്നുള്ളവനല്ല, തൻ്റെ സഹോദരനെ സ്നേഹിക്കാത്തവൻ അങ്ങനെ തന്നെ. യോഹന്നാൻ 3:8 പാപം ചെയ്യുന്നവൻ പിശാചിനിൽ നിന്നുള്ളവൻ, എന്തെന്നാൽ ആദ്യം മുതലേ പാപം ചെയ്യുന്നു, പിശാചിൻ്റെ പ്രവർത്തികൾ
നശിപ്പിക്കുന്നതിന് വേണ്ടി ദൈവപുത്രൻ വന്നു. അപ്പം പിശാചിൻ്റെ സന്തതികൾ എന്ന് പറയുന്നത് തിന്മയോട് സഹകരിക്കുന്നതാണ്, വചനവിരുദ്ധമായി ജീവിക്കുന്നവരാണ്. എന്നാൽ ഏറ്റവും കൂടുതൽ യേശുവിൻ്റെ പേര് പറയുകയും വചനം പറയുകയും എന്നാൽ വചനത്തിന് വിരുദ്ധമായി പ്രവർത്തിക്കുകയും ചെയ്യുന്ന ആളുകളെയാണ്. കർത്താവേ കർത്താവേ എന്ന് വിളിക്കുന്നവനല്ല, എൻ്റെ വാക്കുകളനുസരിച്ച് ജീവിക്കുന്നവനാണ് എന്നിൽ വിശ്വസിക്കുന്നത് എന്ന് വളരെ കൃത്യമായി ബൈബിൾ പറഞ്ഞിട്ടുണ്ട്. ഇനി മുന്തിരിച്ചെടിയും അതിൻ്റെ ശാഖകളിലും എൻ്റെ ശാഖകളിൽ ഫലം പ്രൊടിക്കാത്തവനെ ഞാൻ വെട്ടി തീയിലെറിഞ്ഞ് കളയുമെന്ന് പറയുന്നുണ്ട്. യേശു ക്രിസ്തുവിൽ വിശ്വാസിയായതിനു ശേഷം പോലും തിരുവചനം ജീവിക്കാത്ത ആളുകളെ എൻ്റെ പിതാവ് വെട്ടി തീയിലെറിയുമെന്നാണ് പറയുന്നത്. അപ്പം നമ്മൾ ഇനി കേൾക്കാൻ പോകുന്നത്, പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഈ ക്രിമിനൽ കൂട്ടങ്ങളുടെ ചില പ്രവർത്തികളെക്കുറിച്ചാണ്. അതിനു മുമ്പ് ചില വചനങ്ങളൂടെ ഞാൻ നിങ്ങളുടെ മുന്നിൽ ഒന്ന് വായിച്ചു കേൾപ്പിക്കാം. മത്തായി 12 ഞാൻ നിങ്ങളോട് പറയുന്നു, മനുഷ്യർ പറയുന്ന ഓരോ വ്യർത്ഥ വാക്കിനും വിധി ദിവസത്തിൽ കണക്ക് കൊടുക്കേണ്ടി വരും. 1 യോഹന്നാൻ 3 കുഞ്ഞുമക്കളെ, വാക്കിലും സംസാരത്തിലുള്ള നാം സ്നേഹിക്കുന്ന പ്രവൃത്തിയിലും സത്യത്തിലുമാണ്. ഇനി 1 പത്രോസ് 3:9 തിന്മയ്ക്ക് തിന്മയോ നിന്ദനത്തിന് നിന്ദനമോ പകരം കൊടുക്കാതെ അനുഗ്രഹിക്കുന്നു. അനുഗ്രഹം അവകാശമാക്കുന്ന വിളിക്കപ്പെടുവാണ് നിങ്ങൾ. അപ്പോൾ ഒരു ക്രിസ്ത്യാനി, ഇപ്പോൾ ടിസൺ എന്ന വ്യക്തി നിന്ദിക്കുന്നവനാണ്, ശപിക്കുന്നവനാണ്, വളരെ മോശപ്പെട്ടവനാണ്, വളരെ മോശപ്പെട്ട വാക്കുകൾ സംസാരിക്കുന്നതാണെങ്കിലും ഞങ്ങൾ വചനമാണ് ജീവിക്കുന്നത് എന്ന് പറയുന്നവനാണെങ്കിൽ എന്ത് ചെയ്യണം? തിരിച്ച് അതേ നാണയത്തിൽ പ്രതികരിക്കുന്നത്. ഇതാണ് തിന്മയ്ക്ക് തിന്മയോ നിന്ദനത്തിന് നിന്ദനോ പകരം കൊടുക്കാതെ അനുഗ്രഹിക്കുന്നു. 6-7 മണിക്കൂർ തങ്ങളുടെ ഡിബേറ്റിൽ, മാന്യമായി നടന്നൊരു ഡിബേറ്റിൽ തേഞ്ഞൊട്ടിയതിൻ്റെ പേരിൽ പരിഹസിക്കുകയും കളിയാക്കുകയും അധർമ്മൻ എന്നൊക്കെ പറഞ്ഞ് തീട്ടാപ്പി എന്നൊക്കെ പറഞ്ഞ് മണിക്കൂറുകൾ, അത് മണിക്കൂറല്ല 2 മണിക്കൂറല്ല, മണിക്കൂർ 6-7 മണിക്കൂർ ഇരുന്ന് ചാറ്റ് ബോക്സിലിരുന്ന് കളിയാക്കുകയും തെറി വിളിക്കുകയും അപഹസിക്കുകയും ഒക്കെ ചെയ്യുകയും പാരഡി, തങ്ങളുടെ ദൈവം തന്ന കഴിവുകളൊക്കെ ഉപയോഗിച്ച് വളരെ മോശപ്പെട്ട രീതിയിൽ പാരഡികളൊക്കെ ഉണ്ടാക്കി കളിയാക്കുകയും, ഇതൊക്കെയാണോ ക്രിസ്ത്യാനികൾ ചെയ്യേണ്ടത്? തിന്മയ്ക്ക് തിന്മയോ നിന്ദനത്തിന് നിന്ദനമോ പകരം കൂടാതെ അനുഗ്രഹം ആവശ്യമാകാൻ വേണ്ടി വിളിക്കപ്പെടുകയാണോ നിങ്ങൾ? 1 പത്രോസ് 3:9 1 പത്രോസ് 2:3 വിജാതിരിടയിലുള്ള നിങ്ങളുടെ പെരുമാറ്റം നന്നായിരിക്കട്ടെ. നിങ്ങൾ ദുഷ്കർമ്മികളാണെന്ന് നിങ്ങൾക്കെതിരായി പറയുന്നവർ നിങ്ങളുടെ നല്ല പ്രവർത്തികൾ കണ്ട് പ്രത്യാഹന ദിവസം ദൈവത്തെ സ്തുതിക്കട്ടെ. ഈ ട്രൂത്ത് ബൈറ്റേഴ്സ് എന്ന ക്രിമിനൽ കൂട്ടത്തിൻ്റെ റൂമുകളും സംസാരങ്ങളും ഒക്കെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഇവർ നല്ല മനുഷ്യരാണെന്ന് പറയുമെന്ന്? നിങ്ങൾ ചിന്തിച്ചാൽ മതി. ഇനി നിങ്ങൾ കുറച്ച് കാര്യങ്ങൾ കേൾക്കാൻ പോവുകയാണ് പ്രിയപ്പെട്ട സഹോദരന്മാരെ. ഇത് എനിക്കെതിരെ ഇവന്മാരുണ്ടാക്കിയ ഒരു പാരഡി ഗാനമാണ്. ഞാൻ അതിശക്തമായി ഇവരെ എതിർക്കുന്നവരാണ്. ഞാൻ നിങ്ങളോട് തുറന്നു പറയാം, കള്ളനെ കള്ളനെന്നും വ്യഭിചാരിയെ വ്യഭിചാരിയെന്നും കപടനെ കപടനെന്നും നമുക്ക് സത്യസന്ധമായ മനസാക്ഷിക്ക് വിരുദ്ധമാകാത്ത രീതിയിൽ, എന്നാൽ അവരെ വെറുക്കാതെ അവരുടെ തെറ്റുകളെ കാണിക്കുന്നതിന് നമുക്ക് വിളിക്കാനാവും. വെള്ളയടിച്ച് കുഴുമാടങ്ങളെ എന്ന് യേശു ക്രിസ്തു ഫരിസേരെ നോക്കി വിളിക്കുമ്പോൾ കപടരെ എന്നൊക്കെ വിളിച്ച് വളരെ രൂക്ഷമായ ഭാഷയിൽ മത്തായി സുവിശേഷം 23 എഴുതി വെച്ചിട്ടുണ്ട്. വിമർശിക്കുമ്പോൾ അവരെ വെറുത്തുകൊണ്ടല്ല, അവരെന്താണെന്ന് അവരോട് അതിശക്തമായ ഭാഷയിൽ സംസാരിക്കുന്നതാണ് കാണുന്നത്. ഇവരെ സാത്താൻ്റെ സന്തതികളെന്ന് ഞാൻ വിളിക്കുമ്പോൾ കപടനെന്നും നെറികെട്ടവരെന്നും നെറിയില്ലാത്തവരെന്നും അല്ലെങ്കിൽ ചില സമയത്ത് കോളനി അല്ലെങ്കിൽ ചെങ്കൽ ചൂള സംസ്കാരം എന്ന് പറഞ്ഞാൽ എന്നൊക്കെ വിളിക്കുമ്പോൾ ഇവരെ യഥാർത്ഥത്തിൽ എന്താണെന്ന് ഇവരെ തന്നെ ബോധ്യപ്പെടുത്താനും പൊതുസമൂഹത്തെ ബോധ്യപ്പെടുത്താനുമാണ് ചെയ്യുന്നത്. കാരണം ഇവരത്രമാത്രം ദൂഷ്യമാണ് പൊതുസമൂഹത്തിന് വരുത്തുന്നത്. ക്രിസ്തു ഇതാണോ, ക്രിസ്ത്യാനികൾ ഇതാണോ എന്ന് ചിന്തിക്കുന്ന രീതിയിലാണ്. നിങ്ങൾ കേട്ടോളൂ, തങ്ങളുടെ എനർജിയും തങ്ങളുടെ കഴിവുകളും ഒക്കെ ഉപയോഗിച്ച് പാരഡി ഉണ്ടാക്കി തങ്ങളെ വിമർശിക്കുന്നവരെ എതിർക്കുക, ആശയങ്ങളെല്ലാം എതിർക്കുന്നത്. ഇപ്പം ഞാൻ പറയുന്ന ആശയങ്ങളെ ഒരു ക്രിസ്ത്യാനിക്ക് കൃത്യമായിട്ട് മറുപടി കൊടുക്കാനുള്ള അവകാശവുമുണ്ട്, അവൻ കൊടുക്കുകയും ചെയ്യണം. തങ്ങൾ വിശ്വസിക്കുന്നതിന് വിരുദ്ധമായ ഒരു ആശയം ഒരു എതിരാളി പറഞ്ഞാൽ വിമർശിക്കണം. അതേസമയത്ത് ഞാൻ അവരെ പരിഹസിക്കുകയും കളിയാക്കുകയും ചെയ്യുമ്പോൾ അവിടെ നിശബ്ദമായിരിക്കാനേ പാടുള്ളൂ. ഇതാണ് ക്രിസ്ത്യാനി പറയുന്നത്. അപ്പോൾ നിങ്ങളൊന്ന് കേട്ടു നോക്കുക. ഇതാണ് വചനം ജീവിക്കുന്ന, വചനത്തിനു വേണ്ടി മരിക്കാൻ തയ്യാറായ മാതൃഭോഗി, നിങ്ങൾ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുകയാണെന്ന് പച്ചയ്ക്ക് യുക്തിവാദികളെ തെറി വിളിക്കുന്ന പ്രിൻസ് PS കൂട്ടരും അനിൽകുമാർ അയ്യപ്പനും ഷിജിമോൻ തങ്കപ്പനും ടീമിൻ്റെയും ഒക്കെ നിലവാരമാണ് നിങ്ങളുടെ കേൾക്കാൻ പോകുന്നത്. മൈക്ക് വെച്ചതിന്റെ സ്പെഷ്യലാണ്. വമ്പൻ കള്ളൻ
മാറ്റി മാറ്റി മീറ്റേ ഇനി മൈക്ക് കൊണ്ട് നേരിട്ട് വരട്ടെ. ഇപ്പൊ കയറി വരും. എടാ പെന്തം. ഞാൻ ഇവന്മാരെയൊക്കെ പലപ്പോഴും അതിരൂക്ഷമായ ഭാഷയിൽ വിമർശിക്കുന്നുണ്ട്. ഇതാണ് പെന്തക്കോസ് സമൂഹം. വിശ്വാസ പ്രതിരോധമാണ് കേട്ടോ. വിശുദ്ധ ബൈബിൾ അനുസരിച്ച് വിശ്വാസ പ്രതിരോധം എങ്ങനെയാണ് നടത്തുന്നതെന്ന് പെന്തക്കോസുകാർ കാണിച്ചു തരുന്നതാണ്. ഇങ്ങനെയാണോ പ്രിയപ്പെട്ട സഹോദരന്മാരെ ബൈബിളിൽ ഇതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്? 1 Pത്രോസ് 3:15 15-16 വാക്യങ്ങളാണ് യഥാർത്ഥത്തിൽ വിശ്വാസ പ്രതിരോധവുമായി ബന്ധപ്പെട്ട് റെഫറൻസുകളായിട്ട് ഉപയോഗിക്കുന്നത്. ക്രിസ്തുവിനെ കർത്താവായി നിങ്ങളുടെ ഹൃദയത്തിൽ പൂജിക്കും. നിങ്ങൾക്കുള്ള പ്രത്യാശയെപ്പറ്റി വിശദീകരണം ആവശ്യപ്പെടുന്ന ഏവരോടും മറുപടി പറയാൻ സദാ സന്നദ്ധരായിരിക്കും. എന്നാൽ അത് ശാന്തതയോടും ബഹുമാനത്തോടും കൂടി ആയിരിക്കട്ടെ. നിങ്ങളുടെ മനസ്സാക്ഷിയെ നിർമ്മലമായി സൂക്ഷിക്കും. ക്രിസ്തുവിലുള്ള നിങ്ങളുടെ നല്ല പെരുമാറ്റത്തെ ദൂഷിച്ചു പറയുന്നവർ അങ്ങനെ ലജ്ജിതരായിത്തീരും. ഇപ്പം നമ്മൾ പെന്തക്കോസ് സമൂഹം, ഇപ്പം പെന്തക്കോസ് സമൂഹത്തിൻ്റെ വിശ്വാസത്തിനെതിരെ വളരെ മോശമായ രീതിയിലൊക്കെ ടിസൺ എന്ന് പറയുന്ന വ്യക്തിയോ ആരെങ്കിലുമൊക്കെ സംസാരിച്ചു കഴിഞ്ഞാൽ അതേ നാണയത്തിൽ തിരിച്ചടിക്കുക അല്ലെങ്കിൽ അത് പരിഹസിക്കുക എന്നുള്ളതല്ല ഒരു ക്രിസ്ത്യാനി ചെയ്യേണ്ടത്. ഓക്കെ, കത്തോലിക്കർ വചനം ജീവിക്കാത്തവരാണെന്നാണല്ലോ ഇവരുടെ വെപ്പ്. അപ്പം ഞാനിത് ടിസൺ വായിച്ചാൽ ഇത് വചനമല്ലാതായി തീരുമോ? ഇല്ലല്ലോ. ഇവരുടെ സത്യവേദ പുസ്തകത്തിൽ തന്നെയുള്ള കാര്യമല്ലേ ഞാൻ വായിക്കുന്നത്. 1 Pത്രോസ് 3:15-16 ക്രിസ്തുവിനെ കർത്താവായി നിങ്ങളുടെ ഹൃദയത്തിൽ പൂജിക്കും. നിങ്ങൾക്കുള്ള പ്രത്യാശയെപ്പറ്റി വിശദീകരണം ആവശ്യമെന്ന് ഏവരോടും മറുപടി പറയാൻ സദാ സന്നിധരായിരിക്കും. എന്നാൽ അത് ശാന്തതയോടും ബഹുമാനത്തോടും കൂടെ ആയിരിക്കട്ടെ. നിങ്ങളുടെ മനസ്സാക്ഷിയെ നിർമ്മലമായി സൂക്ഷിക്കും. ക്രിസ്തുവിലുള്ള നിങ്ങളുടെ നല്ല പെരുമാറ്റത്തെ ദുഷിച്ചു പറയുവാൻ അങ്ങനെ ലജ്ജിതരായിത്തീരും. അപ്പോൾ ഇവരുടെ വിശ്വാസ പ്രതിരോധം, ടിസൺ എന്ന ഇവരുടെ വിശ്വാസത്തെ എതിർക്കുന്ന ടിസൺ എന്ന വ്യക്തിയെ ഈ പെന്തക്കോസുകാർ ഈ 1 Pത്രോസ് 3:15-16 വെച്ച് നേരിടുന്നത് നിങ്ങളൊന്ന് കേട്ടോളൂ. ഗാർഡെ വിളിച്ച് കേസ് കൊടുക്കണം മൂട്ടാപ്പി. ഈ പ്രവൃത്തിയെ പ്രിയപ്പെട്ട സഹോദരന്മാർ, ഈ പ്രവൃത്തി ഏതു വചനത്തിൻ്റെ വെളിച്ചത്തിലാണ് ഇവർ ന്യായീകരിക്കുന്നത്? ഓക്കെ, എന്നെ സംബന്ധിച്ചോളം ഇവർ തീട്ടാപ്പി എന്ന് വിളിച്ചാലോ, എൻ്റെ വിശ്വാസം അനുസരിച്ച് നിങ്ങൾ ക്രിസ്തുവിനെ പ്രതി അപമാനങ്ങളും പീഡനങ്ങളും സഹിക്കുമ്പോൾ നിങ്ങൾ സ്വർഗത്തിൽ സമ്പാദിച്ചിരിക്കുന്നു എന്ന് വിശ്വസിക്കുക. ഇപ്പം എൻ്റെ യേശു ക്രിസ്തുവിനെ അവൻ്റെ ബന്ധുക്കൾ തന്നെ അവന് മാനസിക രോഗമാണെന്നും പറഞ്ഞ് പിടിച്ചുകൊണ്ട് പോകാൻ നടന്ന സംഭവങ്ങളുണ്ട്. അപ്പോൾ ഞാൻ സ്നാപയോനാൻ തിന്നാനും കുടിക്കാത്തവനായി വന്നു, ഞാൻ തിന്നുന്നതും കുടിക്കാമെന്ന് എന്നാൽ നിങ്ങൾ രണ്ടുപേരെയും കുറ്റം പറയുന്നു പറയുന്ന വചനങ്ങൾ യേശു ക്രിസ്തുവിനെ ആളുകൾ പരിഹസിക്കുകയും വളരെ ഇതൊന്നും നമ്മൾക്കൊരു വിഷയമല്ല. എന്നാൽ ഈ വചനം ഇവർ ഏതർത്ഥത്തിലാണ്? ഞാൻ ആദ്യം പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ ഇതിനകത്ത് റെക്കോർഡായില്ല, അതുകൊണ്ട് ഞാൻ വീണ്ടും മൈക്ക് ഓഫ് ചെയ്യാൻ മറന്നുപോയി. യേശു ക്രിസ്തുവിനെ കർത്താവായി നിങ്ങളുടെ ഹൃദയത്തിൽ പൂജിക്കും. നിങ്ങൾക്കുള്ള പ്രത്യാശയെപ്പറ്റി വിസ്തീർണം ആവശ്യപ്പെടുന്ന ഏവരോടും മറുപടി പറയാൻ സദാ സന്നിധരായിരിക്കും. എന്നാൽ അത് ശാന്തതയോടും ബഹുമാനത്തോടും കൂടി ആയിരിക്കട്ടെ. നിങ്ങളുടെ മനസ്സാക്ഷിയെ നിർമ്മലമായി സൂക്ഷിക്കും. ക്രിസ്തുവിലുള്ള നിങ്ങളുടെ നല്ല പെരുമാറ്റത്തെ ദൂഷിച്ചു പറയുന്നവർ അങ്ങനെ ലജ്ജിതരും. 1 Pത്രോസ് 3:15-16. അപ്പോൾ ഇത് വിശ്വാസ പ്രതിരോധം എങ്ങനെയാണ് നടത്തുന്നതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ബൈബിളിലെ വചനമാണ്. നമ്മുടെ പ്രത്യാശയ്ക്കെതിരെ വ്യക്തികൾ ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോൾ, വ്യാജപ്രചരണം നടത്തും, നമ്മൾ എങ്ങനെയാണ് ശാന്തതയോടും ബഹുമാനത്തോടും കൂടി അവർക്ക് മറുപടി കൊടുക്കണം. എന്നാൽ നമ്മൾ അവർ ചെയ്യുന്ന രീതിയിൽ പ്രവർത്തിക്കരുത്. അവർ നമ്മളെ തെറി വിളിക്കുമ്പം തിരിച്ച് തെറി വിളിക്കരുത്. അവർ നമ്മളെ പരിഹസിക്കുമ്പോൾ തിരിച്ച് പരിഹസിക്കരുത്.
ഇതൊരു ക്രിസ്ത്യാനിറ്റിയാണ്. ഇപ്പോൾ കത്തോലിക്കൻ ഇവരുടെ വിശ്വാസം അനുസരിച്ച് കത്തോലിക്കർ എന്തല്ല, ക്രിസ്ത്യാനികളല്ല, വിഗ്രഹാരാധികളാണ്, ലിലിയ കൊച്ചമ്മയെ ആരാധിക്കുന്നവരാണ്. ഇതൊക്കെ പറയുമ്പം ഇവരല്ലേ വചനം ചെയ്യും? ഇപ്പോൾ ഇവരുടെ ബൈബിളിൽ ഇല്ലാത്ത വചനമാണോ ഇത്? ഇതാണ് എൻ്റെ ചോദ്യം. ഇനി ഇന്നലത്തെ ഈ റൂമിൽ, ഈ സിൻഡിക്കേറ്റിൽ നടന്ന റൂമിൽ ഷിജിമോൻ തങ്കപ്പൻ എന്ന് പറയുന്ന ഒരു വ്യക്തി, നിങ്ങൾ ഈ കാണുന്നത് ഷിജിമോൻ തങ്കപ്പൻ എന്ന് പറയുന്ന ഇവരുടെ മെയിൻ പ്രീച്ചർ, ഇവരുടെ സഭാപിതാവ് എന്ന് പറയാം. ലോകത്തിലെ സകല സഭാപിതാക്കന്മാരെയും സകല ക്രിസ്ത്യൻ തിയോളജിയും ചവിട്ടി കൊട്ടയിലിട്ട് സ്വന്തമായിട്ട് ഉപദേശമുണ്ടാക്കി ഇവരുടെ എല്ലാ തിയോളജിക്കൽ ഡിസ്കഷനുകളും മെയിൻ സ്ഥാനത്തിരിക്കുന്ന ഒരു വ്യക്തിയാണ് ഷിജിമോൻ തങ്കപ്പൻ എന്ന് പറയുന്ന വ്യക്തി. ഈ ഷിജിമോൻ തങ്കപ്പൻ ഇന്നലെ ചാറ്റിൽ നിരവധി ചാറ്റുകൾ എഴുതി. അതിൽ സാമ്പിളായിട്ട് കുറച്ച് ചാറ്റുകൾ ഞാൻ നിങ്ങളൊന്ന് വായിച്ച് കേൾപ്പിക്കാം. നിങ്ങൾ ഈ സ്ക്രീൻഷോട്ടിൽ കാണുന്നു. കത്തോലിക്കർ ഈക്വൽ ടു തോന്നിവാസികൾ. ഇതാണോ ഒരു ഉത്തരവാദിത്വപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന ഒരു സമൂഹത്തിൻ്റെ നേതാവായ ആളുകൾ തങ്ങളുടെ വിശ്വാസികളെ പഠിപ്പിക്കുന്നത്? കത്തോലിക്കർ ഈക്വൽ ടു തോന്നിവാസികൾ. ഇനി അടുത്തത്, ഇത്രയധികം നുണകളും ഉടായ്പകളും ഇറക്കുന്നയാളെ എങ്ങനെയാണ് ധർമ്മൻ എന്ന് വിളിക്കുക? ധർമ്മദീപ്തി ഇവിടെ എന്ത് നുണയാണ്? തിയോളജിക്കൽ ആർഗ്യുമെൻറ്റുകൾ നടത്തി. അദ്ദേഹം പറഞ്ഞത് പ്രൊട്ടക്ഷൻ തിയോളജിയാണ്. വെസ്റ്റ്മിൻസ്റ്റർ കൺവെൻഷനിൽ നിന്നാണ് ഞാനത് സംസാരിച്ചത്. അവിടെ അയാളുടെ അജിയുടെ കാഴ്ചപ്പാടുകൾ തിരുവചനത്തിൻ്റെ വെളിച്ചത്തിലും അദ്ദേഹത്തിൻ്റെ തിയോളജിക്കൽ വ്യൂ പോയിൻറ്റിലും അവതരിപ്പിച്ചു. അവിടെ മോശമായിട്ടൊരു വാക്ക് അല്ലസ് നായരോ അല്ലെങ്കിൽ അജിയോ പ്രയോഗിച്ചിട്ടില്ല. പിന്നെ എങ്ങനെയാണ്? പിന്നെ ഇവർ ഇത് ഒരു വിശ്വാസം അല്ലെങ്കിൽ ഒരു തിയോളജിക്കൽ ഡിസ്കഷൻ നടക്കുമ്പോൾ അതിനെ അനുകൂലിക്കുന്നവരും പ്രതികൂലിക്കുന്നവരും പല റൂമുകളിട്ട് ചർച്ച നടത്തും. ആ ചർച്ചയിൽ പല രീതിയിൽ ഈ ലോകത്തിലെ ഏറ്റവും വലിയ മണ്ടത്തരമായ ദൈവം മനുഷ്യത്വം നിത്യമാണ്, സ്വർഗത്തിൽ നിന്ന് ഇറച്ചിയും ചോരയും വന്നു, പരിശുദ്ധ കന്യാമറിയത്തിൽ നിന്ന് ശരീരം സ്വീകരിച്ചില്ല എന്ന് പറഞ്ഞാൽ പരിശുദ്ധ കന്യാമറിയത്തിൻ്റെ ഉള്ളിൽ നിന്നല്ല വചന മാംസമായത്, ഇങ്ങനെയൊക്കെയുള്ള ഭൂലോക മണ്ടത്തരങ്ങൾ പറഞ്ഞപ്പോൾ നിങ്ങൾ ഈ മുകളിൽ പിൻ ചെയ്തിരിക്കുന്ന ക്ലബ് ഹൗസിലുള്ളവർക്ക് അനിൽകുമാർ എൻ്റെ ചാനലിൽ പോയാൽ പെന്തക്കോസ് മണ്ടത്തരങ്ങൾ പാർട്ട് 2 ഇന്ന് ഈ രണ്ടാമത്തെ സെക്ഷൻ ഞാൻ അഡ്രസ്സ് ചെയ്തിട്ടുണ്ട്, ഒന്നാമത്തെ സെക്ഷനും കിടപ്പുണ്ട്. ഇതുപോലെയുള്ള മണ്ടത്തരങ്ങളൊക്കെ പറയുമ്പോൾ അതിനെ അഡ്രസ്സ് ചെയ്യുന്നു. അപ്പോൾ ഇവരുടെ റൂമിലിരുന്ന് കുറേ വിവരക്കേടുകൾ, നമുക്കറിയാം ജെയിംസ് വർഗീസ് എന്ന് പറഞ്ഞ ഇവരുടെ ഈ ഷിമോൻ തങ്കപ്പൻ്റെയൊക്കെ ബ്രദറൻ ഗ്രൂപ്പിൻ്റെ തലവൻ എന്ന് വേണമെങ്കിൽ ഞാൻ മനസ്സിലാക്കിയെടുത്തുള്ളൂ. ജെയിംസ് വർഗീസ് വന്ന് പറഞ്ഞത് യേശുക്രിസ്തു മരിച്ചപ്പോൾ യേശുക്രിസ്തുവിൽ നിന്ന് ഹോളി ട്രിനിറ്റി വേർപെട്ടു പോയി എന്നൊക്കെയുള്ള രീതിയിലുള്ള യൂട്യൂബ് സംസാരമൊക്കെ വന്നിട്ടുണ്ട്. അത് ഞാൻ ഈ വീഡിയോ കഴിയുമ്പോൾ അടുത്ത ആ വീഡിയോ കേൾപ്പിച്ചാണ് ഞാൻ അഡ്രസ്സ് ചെയ്യുന്നത്. അപ്പോൾ അതുപോലെ പറയുമ്പം ഇനി ഷിജുമോൻ അജി മോഡായിരിക്കുന്ന റൂമിൽ അജിയോട് ഡിബേറ്റ് ചെയ്ത് ജയിക്കാൻ പറ്റുന്ന ആരെങ്കിലും CH-ഉണ്ടോ? ഷിജുമോൻ അടുത്ത കമൻറ്റാണ്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഇവിടെ അജി അവരുടെ റൂമിൽ ചെന്ന് എബൻ മോഡായിരുന്നു കൊണ്ട് ഞാൻ സംവാദത്തിന് തയ്യാറാണ്, ഒരു ഡിസ്കഷനോ സംവാദത്തിനോ തയ്യാറാണ്, മാന്യമായിട്ടുള്ളൊരു ഡിസ്കഷന്. അപ്പോൾ ഈ ഷിജുമോൻ തങ്കപ്പനും ടീമിനും അജി പറയുന്നത് തെറ്റാണ് എന്ന് ബോധ്യമുണ്ടെങ്കിൽ എന്തുകൊണ്ട് അജിയുടെ റൂമിലോ ഒരു നിഷ്പക്ഷ റൂമിലോ ഇരുന്ന് അല്ലെങ്കിൽ അവരുടെ റൂമിൽ തന്നെ ഒരു നിഷ്പക്ഷ മോഡിനെ വെച്ച് ഈ വിഷയം ചർച്ച ചെയ്തുകൂടാ? അത് ഇവർ ഒരിക്കലും തയ്യാറല്ല. ഇവർ ഇടയ്ക്കിടയ്ക്ക് വന്ന് അജിയുടെ ഞങ്ങളുടെ റൂമിലോ അല്ലെങ്കിൽ അജി സ്വന്തമായ റൂമിട്ടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലുമൊക്കെ റൂമിലിരുന്ന് അനിൽകുമാർ അയ്യപ്പൻ അല്ലസ് നായർ പറയുന്ന മണ്ടത്തരങ്ങളും അനിൽകുമാർ അയ്യപ്പൻ തൻ്റെ 10-14 വർഷം ഗ്ലോബിൽ എഴുതിയ കാര്യങ്ങളുമൊക്കെ പറഞ്ഞുകൊണ്ട് എൻ്റെ കാഴ്ചപ്പാടാണ് ശരിയെന്ന് സ്ഥാപിക്കുകയും ആളുകളെ പഠിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്യുമ്പോൾ ഇമാർ കയറി വരും. എന്നിട്ട് ചാലഞ്ച് ഞങ്ങളുടെ റൂമിലേക്ക് വാ, നീ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കെല്ലാം മറി. ഇവരുടെ റൂമിൽ എന്തെങ്കിലും സംസാരിക്കാൻ പറ്റുമോ? കളിയാക്കലും പരിഹാസങ്ങളും അവഹേളനങ്ങളൊക്കെയാണ്. ഇവരുടെ റൂമിൽ ചെല്ലാമെന്ന് അജി പറഞ്ഞു. ഒറ്റ കണ്ടീഷനേ ഉള്ളൂ, ഒരു നിഷ്പക്ഷ മോഡിനെ വെക്കുക, മാന്യമായിട്ട് ചർച്ച നടത്തുക. ഇതിന് ഇയാൾ തയ്യാറല്ല. അപ്പോൾ അതുകൊണ്ടാണ് അജി മോഡായിരിക്കുന്ന റൂമിൽ അജിയോട് ഡിബേറ്റ് ചെയ്യിക്കാൻ പറ്റുന്ന ആരെങ്കിലും CH-ലുണ്ടോ? ഷിജുമോൻ തങ്കപ്പൻ ഇന്നലെ റൂമിലിട്ട കമൻറ്റാണ്. ഇനി അടുത്തത്, തോറ്റു, ധർമ്മൻ്റെ ശിഷ്യൻ CB തോറ്റു. അപ്പോൾ ഇവരുടെ വലിയ സഭാപിതാവായി ഇവൻ്റെയൊക്കെ നിലവാരമാണ്. ഇതിലും പരിഹസിക്കുന്ന രീതിയിലുള്ള പല കമൻറ്റുകൾ ഇട്ടിട്ടുണ്ട്. ഇതൊക്കെ സാമ്പിളായിട്ട് ഞാൻ എടുത്തെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് തുടർന്ന്, നിങ്ങൾ കേട്ടല്ലോ ഇവന്മാരുടെ നിലവാരം, ഇതാണ് ഇവന്മാരുടെ നിലവാരം. ഇനി നമുക്ക് വേറെ ചില ക്ലിപ്പുകളിലേക്ക് ഒന്ന് പോകാം. കുറച്ച് ഒരു സെക്കൻഡ്.
ആരുടെ വിളിച്ച് കേസ് കൊടുക്കണം മൂട്ടാപ്പി? ആണെങ്കിലും നമുക്ക് നല്ലൊരു സാഹിത്യപരമായ കഴിവുള്ള ഒരാളാണ് കേട്ടോ, നമുക്ക് നിഷേധിക്കാൻ പറ്റത്തില്ല. എനിക്ക് ആ പാട്ടൊക്കെ ഇഷ്ടപ്പെട്ടു. പക്ഷെ ഇതൊക്കെ ദൈവമഹത്വത്തിനും ദൈവവചനത്തിനുമൊക്കെ ഉപയോഗിക്കാതെ വ്യക്തികളെ ഹർട്ട് ചെയ്യാനും നിങ്ങളെ ശത്രുക്കളെ സ്നേഹിക്കുക, ഒരു കാരണത്തടുക്കുന്നവന് മറു കാരണം കാണിച്ചു കൊടുക്കുക. ഓക്കെ, ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഈ മൈക്ക് ഓഫ് ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ ഇതൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ക്രിസ്ത്യാനിറ്റിയും മറ്റു മതങ്ങളും തമ്മിലുള്ള ഏറ്റവും വലിയ വ്യത്യാസം എന്താണ്? ശത്രുക്കളെ സ്നേഹിക്കുക, ഒരു കാരണത്തായിരുന്നു മറു കാരണം കാണിച്ചു കൊടുക്കുക. ഇങ്ങനെയാണോ ശത്രുക്കളെയൊക്കെ സ്നേഹിക്കുന്നത്? ഇവിടെ വ്യക്തിപരമായി അതിശക്തമായ രീതിയിൽ ഇത് ചെയ്യുകയാണ്. അപ്പം ഇതിലൊന്നും പരാതിയൊന്നുമില്ല. പക്ഷെ നിങ്ങൾ പ്രിയപ്പെട്ട പെന്തക്കോസുകാരെ, വചനം സത്യമാണെന്ന് വിശ്വസിക്കുന്ന ആളുകളെ നിങ്ങൾ മനസ്സിലാക്കുക, ഇവർ ദൈവത്തിൻ്റെ വഴിയിലല്ല, ഇവർ യഥാർത്ഥ തിന്മയാണ്. ഇവരുടെ അടിമകളായി പോയ അനേകം മനുഷ്യരുണ്ട്, അവർക്കിത് തിരിച്ചറിയാൻ പറ്റുന്നില്ല. ഇപ്പം വിശുദ്ധ ബൈബിളിൽ നിന്നും വളരെ വ്യക്തവും കൃത്യവുമായി എഴുതിയിരിക്കുന്ന തിരുവചനത്തിലൂടെ പഴയ നിയമത്തിലെ ദൈവം തന്നെയാണ് പുതിയ നിയമത്തിലെ ദൈവമെന്ന് കാണിച്ചു കൊടുത്താലും അത് ഒരിക്കലും അംഗീകരിക്കലാത്ത, എന്നാൽ യാക്കോബ് അവിടെ ലിറ്റർജിയിൽ നിന്ന് പോലും വ്യക്തമായി കാണിച്ചു കൊടുത്താലും അത് അംഗീകരിക്കലാത്ത ഷിബു പീഡിക്കലിൻ്റെ അടിമകൾ, മോശനെ പോലെയുള്ള, ചെറിയാനെ പോലെയുള്ള ആളുകളൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഇതുപോലെ തന്നെ അടിമത്തത്തിലേക്ക് പോയ അനിൽകുമാർ അയ്യപ്പൻ്റെയും ഷിജുമോൻ തങ്കപ്പൻ്റെയും ഒക്കെ അടിമത്തത്തിലേക്ക് പോയ കുറേ മനുഷ്യരുണ്ട്. പിന്നെ അവരോടൊന്ന് ചേർന്ന് യാതൊരു ആത്മീയതയുമില്ലാത്ത, വചനത്തെ വ്യഭിചരിച്ച് ജീവിക്കുന്ന, വചനത്തെ വിറ്റ് ജീവിക്കുന്ന, വചനത്തിൻ്റെ പേരിൽ ക്രിസ്തുവിനെ ഒറ്റിക്കൊടുത്ത് ആളായി ജീവിക്കുന്ന കുറേ വാര്യറെ പോലെയും പ്രിൻസ് പീസിനെ പോലെയും ഒക്കെയുള്ള കുറേ ആളുകളുണ്ട്. അപ്പം നിങ്ങൾ ഇവരാണ് യഥാർത്ഥ ക്രിസ്ത്യാനികൾ, ഇതാണ് പെന്തക്കോസ്ത് സമൂഹം എന്ന് പോലും ഞാൻ പറയുന്നില്ല. പക്ഷേ ഇവർ വളരെ വ്യക്തമായി ക്രിസ്ത്യാനിറ്റിക്ക് ഉതുപ്പുണ്ടാക്കുകയാണ്, വലിയ രീതിയിൽ ഉതുപ്പുണ്ടാക്കുകയാണ് ചെയ്യുന്നത് പൊതുസമൂഹത്തിൽ. അതുകൊണ്ടാണ് ഇവരെ നമുക്ക് അഡ്രസ്സ് ചെയ്യേണ്ടത്. അതുകൊണ്ടാണ് 1 Pത്രോസ് 2:12 പറയാണ്, വിജാതിരിടയിലുള്ള നിങ്ങളുടെ പെരുമാറ്റം നന്നായിരിക്കട്ടെ, നിങ്ങൾ ദുഷ്കർമ്മികളാണെന്ന് നിങ്ങൾക്കെതിരായി പറയുന്നവർ നിങ്ങളുടെ നല്ല പ്രവൃത്തികൾ കണ്ട് പ്രത്യാഗമന ദിവസം നിങ്ങളെ സ്തുതിക്കട്ടെ. ഈ വിശ്വാസ പ്രതിരോധകർ എന്നും പറഞ്ഞ്, ട്രൂത്ത് ഫൈറ്റേഴ്സ് എന്നും പറഞ്ഞ് ക്രിസ്ത്യാനിറ്റിയുടെ പേരിൽ ഈ സോഷ്യൽ മീഡിയയിൽ ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തികൾ വിജാതിയർ കണ്ടാൽ ഇവർ നല്ല പെരുമാറ്റമുള്ളവരെന്നാണോ വിശ്വസിക്കുക? ഈ പാരഡി കേട്ടി കഴിഞ്ഞാൽ പെരുമാറ്റമുള്ളവരെന്നാണോ വിശ്വസിക്കുക? പുള്ളിക്ക് ഉറങ്ങാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. കൂടെ സച്ചിന്റെ സിക്സർ കണ്ട് ചാടി അടിക്കുമെന്ന് പറഞ്ഞു ഇമാക്കുലേറ്റ് കൺസെപ്ഷൻ എടുക്കാൻ പറ്റും, ഒന്നുമില്ല. നീ അറിഞ്ഞോ പ്രിൻസ് കുടുംബം പൂട്ടിപ്പോയത്? നാളെ നമുക്ക് റൂം ട്രോൾ ചെയ്യാലോ, എപ്പോ സമയം കിട്ടും നമുക്ക്? ഇവൻ മറ്റേ അജീവത സ്വർഗത്തിൽ പോവില്ലെന്ന് പറഞ്ഞ ക്ലിപ്പുണ്ടല്ലോ, അതൊക്കെ എടുത്ത് നാളെ വേറെ കുറെ സാധനങ്ങളുണ്ടല്ലോ എല്ലാം എടുത്ത് പിന്നെ തീട്ടാ പേരിൽ കയറ്റി വിടണം വായുവില്. മറ്റേ വിഷയം ഞാൻ പറഞ്ഞു. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഞാൻ ഈ അജി സ്വർഗത്തിൽ പോലെ ഞങ്ങൾ ചില വിഷയങ്ങളിൽ അജിയുടെ ചില നിലപാടുകളും കാപട്യമൊക്കെ കണ്ടപ്പോൾ ഹൃദയവിശുദ്ധിയുള്ള ഭാഗ്യന്മാർ എന്തെന്നാണ് അവർ ദൈവത്തെ കാണും എന്ന് പറയുന്ന വചനത്തിൻ്റെ വെളിച്ചത്തിൽ അജിയിലെ കാപട്യത്തേക്ക് തുറന്നു കാണിച്ചുകൊണ്ട് ഈ പ്രിൻസ് പീസ് എന്ന് പറയുന്ന ഭൂലോക തെറിയനാണ്, പക്ഷേ കപടനാണെന്ന് നമുക്ക് 100% പറയാൻ. കാരണം അയാൾക്ക് ശരിക്കും അറിയില്ല, അയാളുടെ മനസ്സിൽ വരുന്ന അയാൾ അതേപോലെ വിളിച്ചു പറയും. ആ അർത്ഥത്തിൽ ഒരു അജിക്ക് വസ്തുതകൾ മനസ്സിലാക്കാൻ വേണ്ടി, തിരുത്താൻ വേണ്ടി അജിയോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ചില സമയത്ത് അതിരൂക്ഷമായ ഭാഷയിൽ സംസാരിക്കുന്ന ആളാണ്, നിങ്ങൾക്കെല്ലാം അറിയാലോ. എൻ്റെ ക്ലിപ്പുകളൊക്കെ സന്ദർഭത്തിൽ നിന്ന് കട്ടിയെടുത്ത് 5-6 ചാനലുകളാണ് ഇവർ നടത്തുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു, എന്താണ് കപട എന്ന് പറഞ്ഞാൽ പ്രിൻസ് VS സ്വർഗത്തിൽ പോയാലും അജി നീ ഈ സ്വഭാവമാണെങ്കിൽ സ്വർഗത്തിൽ പോകല, കാരണം നിന്നിൽ കപടതയാണ്, നീ കാപട്യത്തോടെ പെരുമാറുന്നൊക്കെ പറഞ്ഞു. ഇതാണ് ഇവന്മാരെടുത്ത് ആഘോഷിക്കുന്നത്. അപ്പോൾ എന്തോ ആയിക്കോട്ടെ, നിങ്ങൾ ഈ റൂമുകൾ ഇപ്പോഴും ആ റൂം അവിടെയുണ്ട്, നിങ്ങൾ ആ റൂം കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇവർ എത്രത്തോളം ദൈവ നിന്ദകരാണെന്ന്. ഇനി നമ്മൾ അടുത്തൊരു ക്ലിപ്പ് കേൾക്കാൻ പോവുകയാണ്. നിങ്ങൾ വിശുദ്ധയായ മാതാവിനെ കുറിച്ചാണോ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത്? ഇത് മോശം കിഡ്നാപ്പ് ആണോ?
കർത്താവിൻ്റെ അമ്മയാണെന്നും പറഞ്ഞുകൊണ്ട് ഗിലിയെ കൊച്ചമ്മേനെ പോയി കിഡ്നാപ്പ് ചെയ്ത് വേഷം മാറ്റിച്ച് സാരി ഉടുപ്പിച്ചുകൊണ്ട് കൊണ്ടുവന്ന് എവിടെ നിർത്തിയേക്കുവാ? സോറി, ഒരു മാക്സി ഉടുപ്പിച്ചുകൊണ്ട് കൊണ്ടുവന്ന് തെരുവോരം നിർത്തിയേക്കുവാ തെണ്ടാനായിട്ട്. എന്നിട്ട് പാടുന്നു, മറിയമേ നിന്റെ ചിത്രത്തിൽ നിന്നും നേത്രങ്ങൾ കൊണ്ടു നോക്കുക, നിൻ പാതേ ഞങ്ങൾ നിൽക്കുന്നു അമ്മേ, നിൻ കണ്ണുകൊണ്ടെന്നെ നോക്കുക. ഏത് വിഗ്രഹത്തോട് പറയാണ് നിന്റെ കണ്ണുകൊണ്ട് എന്നെ നോക്കാൻ. അത് എവിടുന്ന്? ചിത്രത്തിൽ നിന്ന്. ചിത്രത്തിലെ കണ്ണുകൊണ്ട് നോക്കാൻ പറയുന്ന ഗിലിയ കൊച്ചമ്മയുടെ മുമ്പിൽ മുട്ടുകുത്തി നോക്കുക. ഏത് വിഗ്രഹത്തോട് പറയാണ് നിന്റെ കണ്ണുകൊണ്ട് എന്നെ നോക്കാൻ. അത് എവിടുന്ന്? ചിത്രത്തിൽ നിന്ന്. ചിത്രത്തിലെ കണ്ണുകൊണ്ട് നോക്കാൻ പറയുന്ന ഗിലിയ കൊച്ചമ്മയുടെ മുമ്പിൽ മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്ന ജോസഫൈൻ സിസ്റ്ററെ. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഇതിൻ്റെ ഒന്നും അർത്ഥം എന്താണെന്നോ ഒന്നും തിരിച്ചറിയാൻ പറ്റുന്ന ആളുകളല്ല. ഇപ്പം ലോകത്ത് നോക്കുമ്പോൾ നിത്യസഹായ മാതാവിൻ്റെ ചിത്രം, ആ ചിത്രം ഒരു ഐക്കണോളജിയാണ്. ആ ചിത്രത്തിലൊരു യഥാർത്ഥത്തിൽ ഒരു ഐക്കണാണത്. കാരണം ശരിയായ ഒരു ഫോട്ടോ അല്ലത്, ഒരു പോർട്രേറ്റ് പോലും അല്ല, ഒരു ഐക്കണോളജി മെത്തേഡിൽ വരച്ചിരിക്കുന്ന ഒരു ചിത്രമാണ് നിത്യസഹായമാൻ്റെ ചിത്രം. അത് വിശുദ്ധ പൗലോസ് വരച്ചതാണെന്ന് വിശ്വസിക്കുന്നു. കാരണം ആദിമ ക്രൈസ്തവ ഐക്കണോളജി, ആ ഐക്കണോളജിയിലേക്ക് നോക്കിയിട്ട് നിത്യസഹായം എന്നുള്ള ദൈവമക്കൾക്ക് നിത്യമായി യേശു ക്രിസ്തുവിൻ്റെ മുന്നിൽ മധ്യസ്ഥ സഹായം തേടാൻ വരുന്ന ഒരു അമ്മയുടെ സ്ഥാനത്ത് നിന്നുകൊണ്ടാണ് ഈ പാട്ടൊക്കെ പാടി ഞങ്ങൾ പരിശുദ്ധ കന്യാമറിയത്തെ എന്നോട് മധ്യസ്ഥം യാചിക്കുന്നത്. ഇതിനെയൊക്കെ ഇങ്ങനെ ട്രോളി കൊണ്ടാണ് ചെയ്യുന്നത്. ഇതൊക്കെ പോട്ടെ, നമുക്ക് അവിടെ എന്നിട്ട് അവന്മാർ എന്നാ പറയുന്നത്, അലക്സാണ്ടർ 6 പോപ്പിൻ്റെ വേശ്യയാണെന്നൊക്കെ വലിയ കോൺസ്പിറസികൾ ഉള്ള ഒരു, ചിലപ്പോൾ ആ പോപ്പ് എന്തെങ്കിലും വീഴ്ചയൊക്കെ വരുത്തിയിട്ടുണ്ടാകാം. പക്ഷേ ഈ നിത്യസഹായ മാതാവിൻ്റെ ചിത്രം എന്നാണ് സഭയുടെ ആദിമ നൂറ്റാണ്ട് അല്ലെങ്കിൽ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ പ്രൊട്ടസ്റ്റന്റ് വിപ്ലവമൊക്കെ നടക്കുന്നതിന് മുമ്പ് തന്നെ ആയിരക്കണക്കിന്, ഇപ്പോൾ ഇറ്റലിയിലൊക്കെയുള്ള 1000 വർഷമൊക്കെ പഴക്കമുള്ള പള്ളികളിൽ ഈ നിത്യസഹായൻ്റെ ചിത്രം ഇരിക്കുന്നത് തന്നെ റോമിലുള്ള ഒരു പള്ളിയിലാണ്. അത് എൻ്റെ ഓർമ്മ കൃത്യം എനിക്കറിയില്ല, അതിൻ്റെ ഹിസ്റ്ററി നിങ്ങൾ പഠിച്ചാൽ മതി. 10ഓ 15ഓ നൂറ്റാണ്ട് മുമ്പുള്ള ഒരു ചിത്രമാണ്. അത്രയും വലിയ പഴക്കമുള്ള ചിത്രത്തിൽ ഏകദേശം AD 500 ജീവിച്ചിരുന്ന അലക്സാണ്ടർ 6 പോപ്പിൻ്റെ വേശ്യയാണെന്നൊക്കെ പറഞ്ഞ് ഇപ്പോൾ നിങ്ങൾ ഗൂഗിളൊക്കെ തിരഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെയുള്ള ഇഷ്ടം പോലെ കോൺസ്പിറസികളും ഇപ്പം പോപ്പിനെക്കുറിച്ചുള്ള ചരിത്രത്തിൽ ഇങ്ങനെ കോൺസ്പിറസികളെ കുറിച്ചൊക്കെ നമുക്ക് കാണാൻ പറ്റും. ചിലപ്പോൾ ആ പോപ്പ് വളരെ മോശപ്പെട്ട വ്യക്തിത്വമുള്ള ഒരു വ്യക്തിയായിരിക്കും. കാരണം ആ സഭയുടെ ഇരുണ്ട കാലഘട്ടങ്ങളിൽ പല വീഴ്ചകളും വന്ന പോപ്പുകളുണ്ട്. പക്ഷേ ഞങ്ങൾ ഐക്കണോളജിയുടെ ഭാഗമായി ഉപയോഗിക്കുന്ന മാതാവിൻ്റെ നിത്യസഹായത്വം സൂചിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ആ ചിത്രം പോലും അലക്സാണ്ടർ പോപ്പിൻ്റെ ഇതാണെന്നൊക്കെ പറയുമ്പോൾ ഇവർക്ക് എന്ത് സത്യസന്ധതയാണുള്ളത്? ഇവർ സത്യം കൊണ്ട് അരമുറുക്കണമെന്നല്ലേ പറയുന്നത്. അപ്പം ഇങ്ങനെയാണോ ആളുകൾക്കെതിരെ നുണയും സഭകൾക്കെതിരെ പരിഹാസവും അപമാനവും ഒക്കെ പറഞ്ഞുകൊണ്ടാണ് ഇവരുടെ പെന്തക്കോസ് സമൂഹത്തെ ഇവർ രക്ഷിക്കാൻ ശ്രമിക്കുന്നത്? ഇങ്ങനെ രക്ഷിച്ചാൽ ക്രിസ്തുവിൻ്റെ അല്ലെങ്കിൽ ഇവർക്ക് രക്ഷിക്കാൻ സാധിക്കുമോ? ഇപ്പം ഇനി ഇതെന്താണ്? യാക്കോബുസ്ലീഹയുടെ ലേഖനം 3:10, എൻ്റെ സഹോദരരെ അത്തിവൃക്ഷത്തിൽ നിന്ന് ഒലിവ് ഫലങ്ങളോ മുന്തിരിവള്ളിക്ക് അത്തിപ്പഴങ്ങളോ പുറപ്പെടുവിക്കാൻ കഴിയുമോ? ഉപ്പിന് വെള്ളത്തെ മധുരിപ്പിക്കാൻ കഴിയുമോ? അപ്പം ഇവിടെ ആണ് മത്തായി സുവിശേഷം 5:40, അയൽക്കാരനെ ശത്രുവിനെ ദൂഷിക്കുക എന്ന് പറഞ്ഞിട്ടുള്ളത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, ശത്രുക്കളെ സ്നേഹിക്കും, നിങ്ങളെ പീഡിപ്പിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഇപ്പോൾ പെന്തക്കോസ് സമൂഹത്തെ പോത്തുകുളമെന്നും പറഞ്ഞൊക്കെ ഞങ്ങൾ കത്തോലിക്കരായ കുറച്ച് ആളുകൾ നിരന്തരമായി ഇവരെ പീഡിപ്പിക്കുമ്പോൾ ഇവർ തിരിച്ച് പാരടിയുണ്ടാക്കി ഞങ്ങളെ നേരിടുകയാണോ ചെയ്യേണ്ടത്? ഞങ്ങൾ വചനം ജീവിക്കാത്തവർ, ഞങ്ങൾ വിഗ്രഹാരാധികൾ, ഇവരുടെ ബൈബിൾ മത്തായി 5:54 ഇവരുടെ ബൈബിളിൽ ഇല്ലേ? അപ്പം ഞങ്ങളാണ് വചനം ജീവിക്കുന്നത്, ഞങ്ങളാണ് ക്രിസ്ത്യാനികൾ, ഞങ്ങളാണ് വിശ്വാസ പ്രതിരോധം, ഞങ്ങളാണെന്ന് പറയുന്ന ആളുകൾ ഇവർക്കെതിരെ ഒരു ചെറിയ വിമർശനം, ഈ അജി ഒരു വിമർശനവും നടത്തിയിട്ടില്ല. അജി തൻ്റെ തിയോളജിക്കൽ വ്യൂ പോയിൻ്റ് ശക്തമായി പറയുകയും ആ സമയത്ത് അല്ലസ് നായർ പറഞ്ഞ ഭൂലോക മണ്ടത്തരങ്ങളെക്കുറിച്ച് വ്യക്തമായ അഭിപ്രായങ്ങൾ പറയുകയൊക്കെ ചെയ്തിട്ടുള്ളൂ. അതിന് അജിക്കെതിരെ അധർമ്മനെന്ന് എന്തുമാത്രം 1 മണിക്കൂറോ 2 മണിക്കൂറോ അല്ല, 6-7 മണിക്കൂർ റൂമിട്ട് പാരടി ഉണ്ടാക്കിയും കളിയാക്കിയും പ്രവർത്തിക്കുമ്പോൾ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഇവർ ക്രിസ്ത്യാനികളാണോ? നിങ്ങൾ ചിന്തിക്കുക. മത്തായി 5:54, എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, ശത്രുക്കളെ സ്നേഹിക്കും, നിങ്ങളെ പീഡിപ്പിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഇതാണ് ക്രിസ്ത്യാനിറ്റി. ഇവരിത് ചെയ്യുന്നുണ്ടോ?
പള്ളിയിലച്ഛനെ കൊണ്ടുപോയിട്ട് കുരിശിന് മുൻപാകെ കുമ്പിടിച്ചിട്ട് പറയും, കഥാവേ നിന്നെ ഞാൻ ആശ്രയിച്ചു, കഥാവേ നിൻ കുരിശിനെ ഞാൻ ആരാധിച്ചു വണങ്ങുന്നു, അതുതാൻ ഞങ്ങൾക്കുദ്ധാനം. നാണമുണ്ടോ? ഏതെങ്കിലും ആകാശവും ഒന്നിനും ഭൂമിയും ഉറപ്പില്ലേ? നിന്റേതാകുന്നു, ആകാശവും ഈ ഭൂതലവും താവകമല്ലോ. അവരുടെ പാട്ട്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഇവിടെയും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇവിടെ കത്തോലിക്ക തിയോളജി അനുസരിച്ച് യേശുവിൻ്റെ ക്രൂശ് മരണമാണ് മനുഷ്യരക്ഷയ്ക്ക് ആധാരം എന്നുള്ള അർത്ഥത്തിൽ കുരിശിനെ വണങ്ങുന്നു എന്ന് പറഞ്ഞാൽ ആ മരത്തടിയെ വണങ്ങുന്നു എന്നുള്ള അർത്ഥം. യേശുവിൻ്റെ ക്രൂശ് മരണത്തിൻ്റെ ആ സംഭവത്തെ ഞങ്ങൾ ബഹുമാനിക്കുന്നു, വണങ്ങുന്നു, ആരാധിക്കുന്നു എന്നാണ് പറയുന്നതിൻ്റെ അർത്ഥം. അപ്പോൾ കത്തോലിക്ക തിയോളജി എന്താണെന്ന് മനസ്സിലാകാതെ ഇതുപോലെയുള്ള മണ്ടത്തരങ്ങളൊക്കെ ഇവർ പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇതൊക്കെയാണ് ഇവരുടെ ശൈലി. അപ്പം ഇനി നമുക്ക് മറ്റൊരു ക്ലിപ്പിലേക്ക് പോവാം. രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഇങ്ങനെ സ്വയം പുകഴ്ത്താൻ വേണ്ടിയിട്ട് എന്താ ഇരിക്കുന്നേ? ഇതാണ് അടുത്ത ശിഷ്യത്വം. ഇനി മൂന്നാമത്തതോ, ചാറ്റുകളും ഇതൊക്കെ ലീക്കാക്കുന്നത് പോട്ടെ. നല്ലൊരു അത് ഇവിടെ ചെയ്തത് അതിന്റെ നേതാവ് എന്ന് പറയുന്നത് ജെയ്മോൻ ജെ ജോയി ആയിരുന്നു. അതിനുശേഷം അതേ പരിപാടി ആവർത്തിച്ച ആളാണ് ഈ ധർമ്മൻ. അപ്പൊ ധർമ്മന്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ അംഗമായിരിക്കുന്ന അല്ലെങ്കിൽ ധർമ്മൻ മെമ്പർ ആയിരിക്കുന്ന ഒരു വാട്സപ്പ് ഗ്രൂപ്പിലുള്ള മെമ്പേഴ്സ് നിങ്ങൾ വളരെ ശ്രദ്ധിക്കുക. ധർമ്മൻ എപ്പോ വേണമെങ്കിലും നിങ്ങളെ ചതിക്കും, എപ്പോ വേണേലും തിരിഞ്ഞു കൊത്താം. മാത്രമല്ല ആ ക്യാരക്ടറുകൾ പരിപൂർണമായിട്ട് ഏറ്റെടുക്കുകയും ചെയ്യുന്നുണ്ട്. അടുത്തത് ഈ ജെയ്മോൻ ജോയി സത്യത്തിന്റെ പോരാളികളുടെ കൂടെ അല്ലെങ്കിൽ ട്രൂത്ത് ഫൈറ്റേഴ്സിന്റെ കൂടെ നിന്ന സമയത്ത് അയ്യോ ബൈബിളിന് വേണ്ടി ചാവാൻ നിൽക്കുന്ന പോലെയായിരുന്നു. ഇറങ്ങിക്കഴിഞ്ഞിട്ടോ ഇതിൽ നിന്ന് അങ്ങോട്ട് മാറിക്കഴിഞ്ഞപ്പോഴത്തേന് അണ്ണം പോയിട്ട് ബൈബിളിനെ തള്ളിക്കളയാണ്. ഇതേ പരിപാടിയല്ല ഇപ്പൊ ധർമ്മനും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ബൈബിളിൽ എഴുതിയിരിക്കുന്ന കാര്യങ്ങളെല്ലാം എവിടെയാണ് പ്രിയപ്പെട്ട സഹോദരന്മാരെ ജെയ്മോൻ ജോയി ബൈബിളിനെ തള്ളിയത്? ഈ പെന്തക്കോസുകാർ പറയുന്ന വചനവിരുദ്ധമായ ദുർവ്യാഖ്യാനങ്ങൾ അംഗീകരിക്കുന്നില്ല, അതിന് കൗണ്ടർ ആർഗ്യുമെൻറ്റുകൾ വെക്കുന്നു. ഇപ്പോൾ യേശുക്രിസ്തുവിനെ പ്രലോഭിപ്പിക്കാനായിട്ട് പഴയ നിയമത്തിലെ വളരെ പ്രധാനപ്പെട്ട 3 വചനങ്ങളുമായിട്ടാണ് പോയത്. ഇപ്പോൾ ഷിബു പീഡിക്കലിൻ്റെ ആളുകൾ യഹോവ പിശാചാണെന്നും പറഞ്ഞ് പുതിയ നിയമത്തിലെ ദൈവമല്ല പഴയ നിയമത്തിലെ ദൈവം എന്നൊക്കെ പറഞ്ഞ് എന്താ ചെയ്യുന്നത്? ഇത് തന്നെയാണ്, വചനത്തെ വളച്ചൊടിച്ച് പൈശാചികമായ കണ്ണിലൂടെ അവതരിപ്പിച്ച് വിശ്വാസികളെ സത്യദൈവമായ യഹോവയിൽ നിന്ന്, അബ്രഹാത്തിൻ്റെ ഇസാക്കിൻ്റെ യാക്കോബിൻ്റെയും ദൈവമായ മോശയുടെ ദൈവമായ പ്രവാചകന്മാരുടെ ദൈവത്തിൽ നിന്ന് അകറ്റിക്കളയുകയാണ് ചെയ്യുന്നത്. അതേപോലെ തന്നെയുള്ള പെന്തക്കോസ് തിയോളജിയിലൂടെ ക്രിസ്തുവിൻ്റെ ഉപദേശത്തിൽ നിന്ന് വളച്ചൊടിച്ചൊരു വ്യാജ സുവിശേഷത്തിലേക്ക് അയക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ സ്വാഭാവികമായും പണ്ട് കത്തോലിക്കരുമൊക്കെ ഒന്നിച്ചിരുന്ന് പ്രവർത്തിക്കുകയും ഇവർ കത്തോലിക്ക സഭയ്ക്കെതിരെ ശക്തമായി നേരിട്ട് അറ്റാക്ക് ചെയ്തപ്പോൾ ജെയ്മോൻ ജോയി അവരിൽ നിന്ന് മാറി ശക്തമായി ഇവർക്ക് മറുപടി കൊടുത്തു. ഇവർ കാണിച്ച നെറികേടുകൾ പലതും ലീക്കായി. കാരണം എന്താണ്? ഇവരെങ്ങനെയാണ് വ്യക്തികൾ, ഇവരുടെ തന്നെ കൂട്ടു സഹോദരനായ മാസ്റ്ററിനെ എങ്ങനെയാണ് കെണിയിൽപ്പെടുത്തുന്നത്, പെണ്ണ് കേസിൽപ്പെടുത്തുന്നത്, ഇവർ തമ്മിൽ സ്വകാര്യമായിട്ട് നടത്തുന്ന ഗൂഢാലോചനകളുടെ ലീക്കുകൾ വരെ പുറത്തു വന്നു. അത് ജെയ്മോൻ ജോയിയാണ് ചെയ്തതെന്ന് നമുക്ക് ഉറപ്പില്ല, പക്ഷെ ആയിരിക്കാം. പക്ഷേ എത്രമാത്രം ഇവർ ക്രിമിനലുകളാണ്. എന്നിട്ട് ഇപ്പോൾ ഇവരുടെ ഏറ്റവും വലിയ കാലിനക്കിയും അല്ലെങ്കിൽ ഇവന്മാരുടെ ഏറ്റവും വലിയ അടിമയുമായിട്ട് മാറിയിരിക്കുന്ന വേറൊരുത്തനാണ് ഈ മാസ്റ്റർ റെനി കുരിശുംപൂട്ടിൽ പരിശുദ്ധ കന്യാമറിയത്തെ പച്ചയ്ക്ക് തെറി പറയുകയും പരിശുദ്ധ കന്യാമറിയത്തിൻ്റെ തിരുസ്വരൂപത്തെ നോക്കി അല്ലെങ്കിൽ നമ്മുടെ പള്ളികളിലൊക്കെ അല്ലെങ്കിൽ റോഡുകളിലൊക്കെ വെച്ചിരിക്കുന്ന പരിശുദ്ധ കന്യാമറിയത്തെ തിരുസ്വരൂപം ലിഫ്റ്റ് കിട്ട സുന്ദരിയായ സ്ത്രീ എന്ന് വരെ കാണുന്ന ഒരു വികൃത മനസ്സിൻ്റെ ഉടമയായ റെനി കുരിശുംപൂട്ടിൽ എന്ന വ്യക്തിയൊക്കെയാണ് ഇവരുടെ ഏറ്റവും വലിയ ഇപ്പോഴത്തെ അടുത്ത ആൾ. എന്നാൽ പണ്ട് റെനി കുരിശുംപൂട്ടിൻ്റെ അമ്മയുടെ ചാരിത്രത്തിന് വില പറഞ്ഞവനാണ് അനിൽകുമാർ അയ്യപ്പൻ എന്ന് ഇയാൾ മറന്നുപോയി. അന്ന് ഇയാളുടെ കൂട്ടത്തിൽ ആരുമില്ലായിരുന്നു. അപ്പോൾ ഇതൊരു ക്രിമിനൽ കൂട്ടമാണ്. ഈ കൂട്ടത്തിലേക്ക് ക്രിമിനലുകളെല്ലാം ഒന്നിച്ച് ചെയ്യുന്നു. തല്ലുമ്പി ഇരുന്നാലും ഇപ്പോൾ ഇതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അപ്പം ഇവിടെ ചില വാട്സപ്പ് ഗ്രൂപ്പുകളും ചില ആശയങ്ങളും ഒക്കെ ചിലപ്പോൾ ഇവർ വലിയ നുണകൾ പറയുമ്പോൾ ഈ നുണകൾ പൊളിക്കാൻ വേണ്ടി തുറന്നു കാണിക്കേണ്ടി വരും. എല്ലാം തള്ളി പറഞ്ഞുകൊണ്ട് അവനവനിസം അങ്ങോട്ട് കയറ്റാണ്. ഇതാണ് അടുത്ത ശിഷ്യത്വം. ഇനി മൂന്നാമത്തതോ, ചാറ്റുകളും ഇതൊക്കെ ലീക്കാക്കുന്നത് പോട്ടെ. ആരുണ്ടാ ഇവിടെ ഇപ്പോൾ വെല്ലുവിളിയും കൂടെ തുടങ്ങിയേക്കാം. ആരുണ്ടാ? ഞാൻ ഇത്രയും പരിപാടി ചെയ്ത് ഞാനിവിടെ എല്ലാം വിജയിച്ച്, ഇത്ര ഡിബേറ്റ് നടത്തി ഞാനിവിടെ എല്ലാം വിജയിച്ച് നിൽക്കുക. ഇങ്ങനെ ഇങ്ങോട്ട് സ്വയം പുകഴ്ത്താൻ വേണ്ടിയിട്ട്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഇവിടെ അജി ചലഞ്ച് ചെയ്ത് അജി ഇരുന്ന് അനിൽ എസ് നായരൊക്കെ പറയുന്ന മണ്ടത്തരങ്ങൾ
ഞങ്ങളും എല്ലാം ഇരുന്ന് അജിയോടും എല്ലാവരും ഇപ്പോൾ ഒന്നിച്ചാണ്. അജി പെന്തക്കോസുകാരനാണ്, ബ്രദറിനാണ്, ഞാൻ ഒരു കത്തോലിക്കനാണ്, ഇനി മറ്റ് ഷിബു പീഡിയക്കൽ ക്രിസ്ത്യാനികൾ പോലും അല്ല, ക്രിസ്ത്യാനികളാണെന്ന് പറഞ്ഞു കിടക്കുന്ന സാത്താനിക്ക് ഏറ്റവും വലിയ ഈ ക്ലബ് ഹൗസിലെ ഏറ്റവും വലിയ സാത്താൻ മതക്കാരാണ് ഗോറിയസ് ഹോസ്പിറ്റലിൻ്റെ ആൾക്കാർ. അതിനകത്ത് അനിമോൻ എന്ന് പറഞ്ഞ കത്തോലിക്ക് എന്ന് പറഞ്ഞവനുണ്ട്, എല്ലാ ടൈപ്പ് യാക്കോവിറ്റ്സും ഉണ്ട്, ചെറിയാനുണ്ട് എന്നൊക്കെ പറയുന്ന കുറേ എണ്ണങ്ങളുണ്ട്. പക്ഷേ ചില വിഷയങ്ങളിൽ ആശയപരമായി ചർച്ച ചെയ്യുമ്പോൾ ഞങ്ങളെല്ലാം ഒന്നിച്ചിരുന്ന് ചിലപ്പോൾ ചർച്ച ചെയ്തെന്ന് വരും. ആ വിഷയാധിഷ്ഠിതമായ സഹകരണം അത്. അപ്പോൾ അവിടെ ചില വിഷയങ്ങൾ അനിലസ് നായർ പറഞ്ഞ ഭൂലോക മണ്ഡത്തനങ്ങൾ, മനുഷ്യത്വത്തെ ദൈവതുല്യമായി, മനുഷ്യത്വം നിത്യതയുള്ളതാണെന്നൊക്കെ പറഞ്ഞ് അങ്ങനെയൊക്കെ ചർച്ച ചെയ്യുമ്പോൾ ഇവന്മാർക്ക് കുരുപൊട്ടും. കാരണം ഇതുപോലത്തെ മണ്ഡത്തനങ്ങൾ. അപ്പോൾ ഇവന്മാർ വന്ന് ചലഞ്ച് ചെയ്യും, ധൈര്യം ഉണ്ടെങ്കിൽ വാട ചൊറിയും, ഞങ്ങളുടെ റൂമിൽ വാട തെളിയിക്കണമെന്നൊക്കെ പറയും. അപ്പം ഇവരന്മാരുടെ റൂമിൽ പോയാൽ ഈ ലോകത്തിൽ ഏതെങ്കിലും ഒരു ഈ റൂം തന്നെ നിങ്ങൾ കണ്ടാൽ മതി, ഒരു പരിഹാസവും കളിയാക്കലും അപമാനിക്കലും ഇനി സഭയെ തെറി വിളിക്കലും ഒക്കെയാണ് ഈ പറയുന്നത്. അപ്പോൾ അജി പറഞ്ഞു ഞാൻ സംവാദത്തിന് തയ്യാറാണ്, ഷിമോനെ വിളിക്ക്, എവിടെ വേണമെങ്കിൽ നമുക്ക് സംവാദത്തിന് തയ്യാറാണ്. ഷിമോൻ വരിക ഒറ്റ ഞങ്ങളുടെ റൂമിൽ വന്ന് വേണമെങ്കിൽ പറഞ്ഞു. ഇപ്പോൾ റൂമിട്ട് ഈ പൈശാചിക കൂട്ടത്തെയും അതൊന്നും അജി പറയാറില്ല, ഞാനൊക്കെയാണ് പറയാറ്. അജിയുടെ തിയോളജിക്കൽ വ്യൂ പോയിന്റ് പറഞ്ഞുകൊണ്ട് അനിലസ് നായരും ഈ പറയുന്ന ഷിമോൻ തങ്കപ്പനും ഒക്കെ പറഞ്ഞ കാര്യങ്ങൾ തെറ്റാണ്, ബൈബിൾ അനുസരിച്ച് തെറ്റാണ് എന്ന് പറയാൻ ശ്രമിക്കുമ്പോൾ ഇവന്മാർക്ക് കുരുപൊട്ടും. ഇവന്മാരുടെ എക്കോ ചേമ്പറിലിരുന്ന് ഇവന്മാരുടെ വാലിമാക്രികളായ അടിമകളോട് ഇവന്മാർ കുറേ വിവരം പറയും. ഇപ്പുറത്തെ റൂമിലിരുന്ന് പറയുമ്പോൾ ഇവരുടെ കുറച്ച് ആളുകൾ ഈ സത്യം തിരിച്ചറിയുമെന്നുള്ളൊരു പേടി ഇവർക്കുണ്ട്. അപ്പോൾ അവിടുന്ന് എപ്പൻ വരും, പെട്രാജിമ്മി വരും, ഇവിടെ വന്ന് അജി നീ ധൈര്യം ഉണ്ടെങ്കിൽ പാടാ ഞങ്ങളുടെ റൂമിലേക്ക്, ഞങ്ങൾ അങ്ങനെ കാണിക്കുക ഇങ്ങനെ കാണിക്കാന്ന് പറയും. നടക്കുന്ന കാര്യം വല്ലതും ആണോ? അപ്പോൾ എന്ത് ചെയ്തു, അജി പറഞ്ഞു ഞാൻ സംവാദത്തിന് തയ്യാറാണ്. ഷിമോൻ തങ്കപ്പനെ അജി വെല്ലുവിളിച്ചു. ഷിമോൻ തങ്കപ്പനല്ല, ഞാൻ കേരളത്തിലെ സകല ബന്ധക്കോസുകാരെയും കത്തോലിക്ക സഭയുടെ ഏതെങ്കിലും ഒരു വിശ്വാസം ബൈബിൾ അനുസരിച്ച് തെറ്റാണെന്ന് തെളിയിക്കാൻ നട്ടലുണ്ടോ എന്ന് വെല്ലുവിളിച്ചിട്ട് ഒറ്റ ഒരുത്തൻ വന്നിട്ടില്ല. ഒറ്റ ഒരുത്തൻ, അനിൽ കൊടിത്തോട്ടമടക്കം നട്ടലും ആണത്തുള്ള സ്വന്തം വിശ്വാസത്തിൽ ഉറപ്പുള്ള ഒറ്റ ഒരുത്തൻ പെന്തക്കോസ് സമൂഹത്തിൽ ജനിച്ചിട്ടില്ല എന്ന് ഞാനിവിടെ ഡിക്ലെയർ ചെയ്യുകയാണ്. എൻ്റെ ബോധ്യമാണ്. ഞാൻ ഒരൊറ്റ ഒരുത്തൻ കത്തോലിക്ക വിശ്വാസം രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ബൈബിളും തൂക്കി ഞങ്ങളുടെ കത്തോലിക്കരെ പാവപ്പെട്ട മനുഷ്യരുടെ വീടുകളിൽ കയറി കത്തോലിക്ക സഭ വിഗ്രാധരാണ്, കത്തോലിക്ക സഭ കന്യാമറിയത്തെ ആരാധിക്കുന്നു, ലിലിയ കൊച്ചമ്മയെ ആരാധിക്കുന്നു, സകല കത്തോലിക്ക വിരുദ്ധ ആശയങ്ങൾ ഞങ്ങളുടെ പാവപ്പെട്ട വിശ്വാസികളുടെ വീടുകൾ കയറി പറഞ്ഞു നടക്കുന്ന ഈ പറയുന്ന നെറുകെട്ടവന്മാരെ പകല ബന്ധക്കോസുകാരെ ഞാൻ പബ്ലിക്കായിട്ട് സോഷ്യൽ മീഡിയയിൽ വെല്ലുവിളിച്ചിട്ട് നട്ടലുള്ളവർ ഒറ്റ ഒരുത്തൻ ആ കൂട്ടത്തിൽ ജനിച്ചിട്ടില്ല, ആമ്പിള്ളേരോട് വചനമറിയാവുന്ന കത്തോലിക്കരോട് ഏറ്റുമുട്ടാൻ ധൈര്യമുള്ള ഒറ്റ ഒരുത്തൻ ജനിച്ചിട്ടില്ല എന്ന് അവരെ ഈ വെല്ലുവിളി ഒറ്റ ഒരുത്തൻ ഏറ്റെടുത്തിട്ടില്ല. ആകെ വന്നത് ഒരാൾ വന്നിട്ടുണ്ട്, ക്രിസ്ത്യൻ പാസ്റ്റർ. അതിൻ്റെ കഥ പിന്നെ ഞാൻ പറയുന്നില്ല. അദ്ദേഹത്തിനെങ്കിലും നട്ടലുള്ളൂ, സ്വന്തം വിശ്വാസം കഴിയുന്നത്ര പ്രതിരോധിക്കാൻ ശ്രമിച്ചിട്ടുള്ള ഒരാളാണ്. എന്നിട്ടാണ് ഇവിടെ ഇരുന്ന് ഈ ഷിജിമോനിയിലോ ഒരു മരവാഴയോട് സംവാദം നടത്തിയത്. ഒരു സംവാദത്തിൽ ഒരു കാരണവശാലും എതിരാളി വരാൻ പറ്റാത്ത രീതിയിൽ ഉരുണ്ടും കളിച്ച് അഭ്യാസവും കളിച്ച് ഉണ്ടാക്കി അയാളെ ഓടിച്ചു വിട്ടിട്ട് ഒരു മരവാഴ വെച്ചിട്ട് പ്രഹസനം നടത്തി. അപ്പം ഷിജിമോൻ ഇവിടെ ഇട്ടിരിക്കുകയാണ്, നിങ്ങൾ ഈ കാണുന്ന പോലെ. അജി മോഡായിരിക്കുന്ന റൂമിൽ അജിയോട് ഡിബേറ്റ് ചെയ്ത് ജയിക്കാൻ പോകുന്ന ആരെങ്കിലും CH-ലുണ്ടോ? അജി മോഡാണെന്ന് പറഞ്ഞിട്ടില്ല. യവൻ മോഡായിരുന്നിട്ട് നമുക്ക് സംവാദം നടത്താമെന്നാണ് പറഞ്ഞത്. അത് ആര് വന്നാലും കുഴപ്പമില്ല, ഷിജുമോനോ പെട്രാജിമിയോ ആര് വന്നാലും കുഴപ്പമില്ല എന്ന് പറയുന്നത്. ഇവിടെ വരേണ്ടത് ഷിജുമോനാണ്. ഇവരെല്ലാം ഈ തിയോളജി പഠിപ്പിച്ചു വിടുന്നത് ഷിജുമോനും ഇവരുടെ ഏറ്റവും വലിയ മൂത്ത IAS-കാരൻ ജെയിംസ് വർഗീസ് എന്ന തിരുമണ്ടനുമാണ്. തിയോളജിക്കലി അയാളൊരു മണ്ടനാണെന്നുള്ളത് അടുത്ത വീഡിയോയിൽ ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ ചെയ്യുന്ന വീഡിയോയിൽ നിങ്ങളെ ഞാൻ കേൾപ്പിച്ചു തരും. അപ്പം ഇതാണ് ഇവന്മാരുടെ അവസ്ഥ. ധർമ്മൻ എന്നുള്ള പേര് മാറ്റണം, അധർമ്മം നേടണം. കാരണം ഈ തിരുവട്ടാർ കൃഷ്ണൻകുട്ടി എന്ന് പറയുന്ന കർത്തൃദാസനോട് ബന്ധപ്പെട്ടാണ് ഈ ധർമ്മദീപ്തി എന്ന് പുള്ളി പേരിട്ടേക്കണേ. തിരുവട്ടാർ കൃഷ്ണൻകുട്ടി സാറിനെ ഈ ധർമ്മൻ എന്നുള്ള പേര് മാറ്റിയിട്ട് പൊങ്ങൻ മങ്ങിട്ടാലോ? പൊങ്ങനാണ്, യെസ്, കറക്റ്റ്. ഇപ്പൊ കറക്റ്റ് വാക്ക് പൊങ്ങനാണ്. അതിൽ വേറൊരു കാര്യമുണ്ട്, നിങ്ങൾ ഈ ഫേക്ക് ഐഡികളാണ് വെച്ചിരുന്നെങ്കിൽ പിന്നെ നിങ്ങൾക്ക് ഇത്ര ശത്രുക്കൾ ഉണ്ടെങ്കിൽ നിങ്ങൾ തന്നെ ഫേക്ക് ഐഡികളാണ്. ഇവന്മാര് പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഇവന്മാരല്ലേ ഏറ്റവും വലിയ പൊങ്ങന്മാർ. ഇവന്മാരൊരു 3-4 മണിക്കൂർ റൂം ഇടും, കത്തോലിക്കാതെ പോപ്പ് എയറിലാണ്, അവർക്ക് മറുപടിയില്ല ഇവർക്ക് മറുപടിയില്ല എന്നും പറഞ്ഞ് കുറേ വ്യാജ പ്രചരണം നടത്തുന്നതല്ലാതെ നട്ടലോട് അജി എത്രയോ ആളുകളോട് സംവാദം നടത്തിയിരിക്കുന്നു, ഞാൻ എത്രയോ ആളുകളോട് സംവാദം നടത്തിയിരിക്കുന്നു. എന്തുകൊണ്ട് ഇവർക്ക് ധൈര്യമായിട്ട് ഒരു സംവാദത്തിന് വന്നുകൂടാ? സ്ട്രക്ചേർഡ് ഡിബേറ്റ് നമ്മൾ ഒരു എന്താ പറയുക, ഇവരുടെ റൂമിൽ പോലും നടത്താൻ തയ്യാറാണ്. പക്ഷെ എന്തായിരിക്കണം, കൃത്യമായ ഇവരുടെ ഈ വാലുമാക്കുകളെല്ലാം ഇടയ്ക്ക് കയറി അലമ്പാക്കുകയും പരിഹസിക്കുകയും ചെയ്യുന്നതിന് പകരം നമ്മൾ സംസാരിക്കുന്ന സമയത്ത് നമുക്ക്, അവർ സംസാരിക്കുന്ന സമയത്ത് അത് നിയന്ത്രിക്കാനൊരു മോഡറേറ്റർ.
ഇങ്ങനെ സ്ട്രക്ചേർഡ് ഡിബേറ്റിന് എന്തുകൊണ്ട് സാധിക്കുന്നില്ല? വിശ്വാസ പ്രതിരോധമൊന്നും വിശ്വാസത്തിന് ഞങ്ങൾ ഭയങ്കര സംഭവമാണെന്നും പറഞ്ഞു കിടക്കുന്നു ഈ ഷിജുമോൻ തങ്കപ്പനും ഇവരുടെ ആൾ ദൈവം അനിൽകുമാർ അയ്യപ്പൻ എന്ന ആ ഭൂലോക തറയ്ക്കും എന്തുകൊണ്ട് ഇവർക്ക് സാധിക്കുന്നില്ല? വിശ്വാസ പ്രതിരോധം എന്ന് പറഞ്ഞാൽ എതിരാളികളോട് അവരുടെ ആർഗ്യുമെൻറ്റുകൾക്ക് മറുപടി പറയുക എന്നുള്ളതല്ലേ വിശ്വാസ പ്രതിരോധം. ഇങ്ങനെയല്ലേ പറഞ്ഞിരിക്കുന്നത്? എന്താണ് 1 പത്രോസ് 3:15 ക്രിസ്തുവിനെ കർത്താവായി നിങ്ങളുടെ ഹൃദയത്തിൽ പൂജിക്കും, നിങ്ങൾക്കുള്ള പ്രത്യാശ വിസ്തീർണം ആവശ്യപ്പെടുന്ന ഏവരോടും മറുപടി പറയാൻ സദാസന്നദ്ധരെ, എന്നാൽ അത് ശാന്തതയോടും ബഹുമാനത്തോടും കൂടെ. ഇവിടെ സ്വന്തം എക്കോ ചേമ്പറിൽ നിന്ന് വിഡ്ഢികളായ വൃത്തികെട്ടവന്മാരായ കുറേ ആളുകളോട് കുറേ വിവരക്കേടുകൾ വിളിച്ചു പറയാമെന്നല്ലാതെ വിശദീകരണം ആവശ്യപ്പെടുന്ന വ്യക്തികളോട്, ഇപ്പോൾ അജി പറയുകയാണ് നിങ്ങൾ പറയുന്നത് തെറ്റാണ്, അപ്പോൾ അതിന് മറുപടി കൊടുക്കാനായിട്ട് അജിയുടെ അടുത്തേക്കല്ല ഇവന്മാർ വരേണ്ടത്. അല്ലാതെ സ്വന്തം എക്കോസിലുണ്ട് വാടാ ഇങ്ങ് കയറി വാടാ എന്നിട്ടോ അവിടെ ചെന്നിട്ട് സ്വന്തം വീട്ടിൽ നമ്മൾ ആൾക്കാരെ വിളിച്ച് കയറ്റിയിട്ട് തെറി പറഞ്ഞ് ഇറക്കി വിടുന്നതിന് തുല്യമായ സംസ്കാരമാണ് ഇവന്മാർക്കുള്ളത്. മാന്യമായിട്ട് ഒരിക്കലും ഇവരുടെ വീട്ടിലോ ഇവരുടെ സമൂഹത്തിലോ ചെന്ന് കഴിഞ്ഞാൽ ആ അതിഥിയായി വരുന്ന വ്യക്തിയെ അവർ അപമാനിച്ചിറക്കി വിടുകയുള്ളൂ. ഇനി അതിഥിയായിട്ട് ചെല്ലാൻ തയ്യാറാണ്, ഇവർക്കൊരു സ്ട്രക്ചേർഡ് ഡിബേറ്റിന് തയ്യാറാണോ? ഏതാണ്ട് ഒത്തു വന്നപ്പോൾ ഇന്നലെ വാര്യറും ടീമും എല്ലാം കൂടി അലമ്പാക്കി വിടുകയല്ലേ ചെയ്തത്. ഇതാണ് പ്രിയമുള്ളവരെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. മത്തായി 5:3 എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, ശത്രുക്കളെ സ്നേഹിക്കും, നിങ്ങളെ പീഡിക്കുന്നവർക്ക് വേണ്ടി അനുഗ്രഹിക്കും. അപ്പോൾ ശത്രുക്കളെ ഇവർ സ്നേഹിക്കുന്ന രീതികളൊക്കെയാണ് പാരഡിയിലൊക്കെ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇനി അതിമനോഹരമായൊരു പാരഡി നിങ്ങൾക്ക് കേൾക്കാം. അവരുടെ ഗ്രന്ഥങ്ങളെ വിശുദ്ധ ഗ്രന്ഥങ്ങളെ എന്നല്ലാതെ അവർ അഭിസംബോധന ചെയ്യാറില്ല. താങ്കളുടെ വായന ലൈബ്രറി എന്തൊരു കഷ്ടമാ. മറിയമേ നിന്റെ ചിത്രത്തിൽ നിന്നു കണ്ണു നോക്കുക. വിഗ്രഹാരാധി പറയൂ. POC ലൈബ്രറിന്ന് വിളിക്കാവോ? POC ലൈബ്രറിന്ന് തീർച്ചയായും ബൈബിൾ അങ്ങനെ വിളിക്കാവോ? എങ്ങനെയാണെന്നാ മനസ്സിലാവാത്ത? ഗിലിയമ്മേ നിന്റെ ചിത്രത്തിൽ നിന്ന നേത്രങ്ങൾ കൊണ്ടു നോക്കുക. പൊട്ടരാം ഞങ്ങൾ നിൻപാതേ വന്നു നിൽക്കുന്നു, തള്ളെ കാണുക. ഗിലിയ കൊച്ചമ്മ മറിയല്ല കേട്ടോ, തെറ്റിയിരിക്കും. ഗിലിയയുടെ മുമ്പിൽ അങ്ങനെ പിന്നെ സിസ്റ്റം ആണാക്കട്ടെ. 66 ഉണ്ടെന്ന് ഇത് പറയുന്നില്ല. ബൈബിളിലെ ഒരു പുസ്തകത്തിലും ഈ 66 എണ്ണത്തിന്റെ ലിസ്റ്റ് ഇല്ല. ഞങ്ങൾ പാട്ട് പാടട്ടെ, നൊവേന കഴിഞ്ഞിട്ട് മതി, ഇനി വേറെ എന്തോ പെട്ര നമ്മൾ നിലവാരത്തിലോട്ട് പോകാതെ നിങ്ങൾ അപ്പൊ നൊവേനെന്ന് പറയുന്ന ഒരു തറ നിലവാരമാണെന്നാണ് പുള്ളി പറയുന്നത് കേട്ടോ. ഏതോ സായിപ്പ് പറഞ്ഞ പറഞ്ഞുകൊണ്ട് നടക്കുക. നിത്യസഹായ മാതാവിനുള്ള നൊവേന ചൊല്ലാനും നിന്നും നേത്രങ്ങൾ കൊണ്ടു നോക്കുക. പൊട്ടരാം ഞങ്ങൾ നിൻപാതേ വന്നു നിൽക്കുന്നു, തള്ളെ കാണുക. വെടിവീരൻ പോപ്പ് അലക്സാണ്ടർ 6 ഗിലിയയുടെ മുമ്പിൽ കുമ്പിടുന്നു. മറിയാമേ ഗിലിയാമേ നിന്റെ ചിത്രത്തിൽ നിന്നു നേത്രങ്ങൾ കൊണ്ട് നോക്കുക. ഗിലിയ കൊച്ചമ്മയുടെ പോപ്പ് അലക്സാണ്ടർ 6 5ാമത്തെ വെപ്പാട്ടിയാണ് ഗിലിയ ഫാർണസ്. അപ്പോൾ നിങ്ങൾ കേട്ടല്ലോ, ഈ ഉണ്ടാകുന്ന നരേഷനും ഒക്കെ ഉണ്ടാക്കി. ഇതാണ് പെന്തക്കോസ് സുവിശേഷം. എന്താണ് നിങ്ങളിപ്പം കേട്ടതാണ് എക്സാക്റ്റ് പെന്തക്കോസ് സുവിശേഷം.
പരിശുദ്ധ കന്യാമറിയത്തെക്കുറിച്ചുള്ള നിത്യസഹായ മാതാവിൻ്റെ ഒരു പ്രാർത്ഥന ഏകദേശം എല്ലാ അപ്പസ്തോലിക ചർച്ചുകളും മരിയൻ മാതാവിൻ്റെ മധ്യസ്ഥം യാചി, അത് യാക്കോബ സഭയാണെങ്കിലും ഓർത്തഡോക്സ് സഭയാണെങ്കിലും കത്തോലിക്ക സഭയാണെങ്കിലും എല്ലാം മരിയൻ ഭക്തി വളരെ ശക്തമായിട്ടുണ്ട്. ഇത് കത്തോലിക്കർ ഉപയോഗിക്കുന്ന ഒരു പ്രാർത്ഥന ഉപയോഗിച്ചുകൊണ്ട് വളരെ മോശമായിട്ട് പെന്തക്കോസ് പ്രതിരോധ പ്രവർത്തി ചെയ്യുന്നതാണ് നിങ്ങളിവിടെ കണ്ടത്. ഇനി ഞാൻ നിങ്ങളുടെ ഒരു വചനം വായിക്കുകയാണ്. നമ്മൾ ഈ വീഡിയോ നിങ്ങൾ പലരും ഹാൻഡ് റൈസ് ചെയ്തു, ഇവരാരെയും ഞാൻ നിങ്ങളെ മുകളിലോട്ട് എടുത്തില്ല, കാരണം ഇത് ഒരു യൂട്യൂബ് വീഡിയോ സെറ്റ് ചെയ്യുന്നതുകൊണ്ടാണ് നിങ്ങളെ ഞാൻ എടുക്കാതിരുന്നത്. റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് നിങ്ങൾ കാണുന്നത്. ഇത് ഇപ്പം തീരും, അതപ്പോൾ ഞാൻ എടുക്കാം. അപ്പോൾ ഞാൻ ഇനി നിങ്ങളുടെ മുന്നിൽ പ്രിയപ്പെട്ടവരെ റോമാക്കാർക്ക് ലേഖനം 12-ാം അധ്യായത്തിലുള്ള വചനം ആണ് ഞാൻ വായിക്കുന്നത്. തീഷ്ണതയിൽ മാന്ദ്യം കൂടെ ആത്മാവിൽ യൊരുക്കുന്നതിൽ കർത്താവിനെ ശുശ്രൂഷിക്കും. വലിയ തീഷ്ണതയാണ് ഈ ടീമുകൾക്ക്. നിങ്ങൾ കണ്ടല്ലോ, ഈ പാട്ട് നിങ്ങൾ കേട്ടല്ലോ, വളരെ ജിമ്മിയുടെ തീഷ്ണത നിങ്ങൾ കേട്ടല്ലോ. ഒന്നും കൂടെ കേട്ടോളൂ. എൻ്റെ ഒരു സെക്കൻഡ്, ഞാൻ ഇടയ്ക്കിടയ്ക്ക് മൈക്ക് ഒന്നും കൂടെ പറയാം. നിങ്ങൾ ഇവിടെ പെട്രാ ജിമ്മിയുടെ തീഷ്ണത നിങ്ങൾ കണ്ടല്ലോ. അപ്പം പെന്തക്കോസുകാരുടെ തീഷ്ണതയാണ് നിങ്ങളിവിടെ കേട്ടത്. കേട്ടോ? ഒന്നും കൂടെ ജസ്റ്റ് ഒന്ന് കേട്ടു. കാണുക വെടിവീരൻ പോപ്പ് അലക്സാണ്ടർ ആറാമൻ ഇലിയയുടെ മുമ്പിൽ കുമ്പിടുന്നു. കണ്ടോ? പരിശുദ്ധ കന്യാമറിയത്തെ കുറിച്ചുള്ള കത്തോലിക്ക വിശ്വാസത്തെ കളിയാക്കാൻ വേണ്ടി ഇവന്മാർ വലിയ പെന്തക്കോസ് തീഷ്ണതയിൽ ഇവന്മാർ നടത്തുന്നതാണ് നിങ്ങൾ കാണുന്നത്. വെടിവീരൻ പോപ്പ് അലക്സാണ്ടറിനെ കുറിച്ച് ഇവർക്ക് കൃത്യമായ ആധികാരികമായ എന്തെങ്കിലും തെളിവ് ഇവരുടെ കയ്യിലുണ്ടോ? കുറേ കോൺസ്പിറസികളും കുറ്റം പറയാൻ ആരെ കൊണ്ടാണ് പറ്റില്ലാത്തത്. പണ്ട് ഈ പെട്രാജിമ്മിയാണ് പെങ്ങളില്ലാത്ത ജെയ്സ് ഫോർ ക്രൈസ്റ്റ് പെങ്ങളെ പീഡിപ്പിച്ചവനാണെന്ന് ക്ലബ് ഹൗസിൽ പറഞ്ഞത്. ഇതുപോലെ മനസാക്ഷി കുത്തില്ലാത്ത എന്തു നുണകളും ആർക്കും പറയാം. കത്തോലിക്ക സഭയ്ക്കെതിരെയും മാർപ്പാപ്പമാർക്കെതിരെയുമൊക്കെ ഇതുപോലെ പ്രൊട്ടസ്റ്റൻ്റ് വിപ്ലവ കാലത്തൊക്കെ വലിയ വ്യാജ കഥകൾ ഉണ്ടായിട്ടുണ്ട്. ഇപ്പം ജെസ്യൂട്ട് ഓത്ത് എന്ന് പറഞ്ഞ ഭൂലോക നുണ ഇറങ്ങിക്കൊണ്ട് പോകുന്നു. അത് കൃത്യമായിട്ട് ആധികാരികമായി തന്നെ 2 കോടതിയിൽ തെറ്റാണെന്ന് അവർ സമ്മതിച്ചിട്ടുള്ളതാണ്, വ്യാജമാണെന്നും 18-ാം നൂറ്റാണ്ടിൽ ഒരു കത്തോലിക്ക സഭയിൽ നിന്ന് ചാടിപ്പോയ ഒരു സഭാവിരുദ്ധനായ ഒരു വൈദികൻ ഉണ്ടാക്കിയ ഒരു മഞ്ഞ പുസ്തകമാണെന്നും ആണത് ആദ്യമായിട്ട് ലോകത്ത് കണ്ടതെന്നും അന്ന് തന്നെ അത് അമേരിക്കയിലുമൊക്കെയുള്ള ജെസ്യൂട്ട് സഭകൾ ആണെന്നൊക്കെ അറിയാം. പക്ഷേ ജെയ്സ് അബ്രഹാം എന്ന് പറഞ്ഞവൻ ഇത് പൊക്കി പിടിച്ചുകൊണ്ട് വന്ന് കത്തോലിക്ക സഭ വലിയ ക്രൂരന്മാരാണെന്ന് തെളിയിക്കാൻ ശ്രമിച്ചു. ഞാൻ അവനെ ചലഞ്ച് ചെയ്തു. എന്താണ് ചലഞ്ച് ചെയ്തത്? TFൻ്റെ ഏറ്റവും പ്രധാന മോഡറാണ്. യൂറോപ്പിലുള്ള ഏതെങ്കിലും ഒരു മഠത്തിൽ നിന്ന് അണ്ടർഗ്രൗണ്ടിലൂടെ ഒരു സെമിനാരിയിലേക്ക് ഒരു ടണലുണ്ടെന്ന് ഞാൻ തെളിയിക്കുവാണെങ്കിൽ പരസ്യമായി മാപ്പ് പറഞ്ഞ് എന്നേക്കുമായി ഞാൻ സോഷ്യൽ മീഡിയ വിട്ടോളാം എന്ന് ഞാൻ പറഞ്ഞു. അവനാണ് പറഞ്ഞ് അണ്ടർഗ്രൗണ്ട് ടണലിൽ കൂടെ കന്യാസ്ത്രീകൾ ബിഷപ്പുമാർക്കും അച്ഛന്മാർക്കുമൊക്കെ കിടന്നു കൊടുക്കുകയും കുഞ്ഞുങ്ങളുണ്ടാകുമ്പോൾ ബാപ്റ്റിസം കൊടുത്തിട്ട് കഴുത്ത് ഞെരിച്ച് കൊന്നുകളയും എന്ന് വരെ പറഞ്ഞ ടീമാണ്. അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഇതുപോലെ മനസാക്ഷി കുത്തില്ലാതെ കല്ല് വെച്ച നുണ ക്രിസ്തുവിൻ്റെ പേരിലും പെന്തക്കോസ് സമൂഹത്തിൻ്റെ പേരിലും വചനത്തിൻ്റെ പേരിലും പറയുന്ന ആളുകളാണ് ഇവർ. അപ്പോൾ ഇവർക്ക് എന്തുണ്ട്? ഇവരുടെ തീഷ്ണത. ഈ തീഷ്ണത പരിശുദ്ധാത്മാവിൻ്റെ തീഷ്ണതയാണോ പിശാചിൻ്റെ തീഷ്ണതയാണോ? ഇവരുടെ ഉള്ളിൽ കയറിയിരിക്കുന്ന ഇവർ പരിശുദ്ധാത്മാവെന്ന് വിശ്വസിക്കുന്ന എന്നാൽ ലൂസിഫറിൻ്റെ തീഷ്ണത. ഇപ്പോൾ ഷിബു പീഡിയക്കൽ എന്ന വ്യക്തിയിൽ റിയലായിട്ട് സാത്താനാണ് പ്രവർത്തിക്കുന്നത്. അവൻ ഇടയ്ക്കിടയ്ക്ക് പറയും, അവനും അവൻ്റെ ആളുകളും പറയും, പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ പുതിയ നിയമത്തിലെ ദൈവത്തെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. എന്നാൽ സത്യദൈവമായ എൻറ്റിറ്റിയായ ആ ഒരു യാഹുവേ എന്ന പഴയ നിയമത്തിലെ ദൈവത്തെ തന്നെയാണ് യേശുക്രിസ്തു വണങ്ങിയതെന്നും പഴയ നിയമത്തിലെ ദൈവം തന്നെയാണ് വചനമാകുന്ന ദൈവം എന്നുമുള്ള ആ വിശ്വാസ സത്യത്തെ വളച്ചൊടിക്കും. അപ്പോൾ ഇവന്മാരിൽ പ്രവർത്തിക്കുന്നതാണ് സാത്താനാണ്, റിയൽ സാത്താൻ എന്ന് പറഞ്ഞാൽ ഇവിടെ ദൈവത്തെ സത്യദൈവത്തെ തള്ളി ഒരു പീഡിയക്കൽ ഒരു വ്യാജ ദൈവത്തെ പുതിയ നിയമത്തിൻ്റെ ദൈവത്തിൻ്റെ പേരിൽ അവതരിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഇതുപോലെ തന്നെയാണ് ഇവന്മാരും. അപ്പോൾ നമുക്ക് തീഷ്ണത, അതാണ് തീഷ്ണതയിൽ മന്ദ്യം കൂടാതെ ആത്മാവിൽ ഒഴുക്കുന്നവരെ കർത്താവിനെ ശുശ്രൂഷിക്കുന്നു, പ്രത്യാശയിൽ സന്തോഷിക്കും, ക്ലേശങ്ങൾ സകലശീരായിരിക്കും, പ്രാർത്ഥനയിൽ സ്ഥിതിയുള്ളവരായിരിക്കും, വിശുദ്ധരെ അവരുടെ ആവശ്യങ്ങൾ സഹായിക്കാൻ അതിഥി സൽക്കാര തൽപരരായിരിക്കും, നിങ്ങളെ പീഡിപ്പിക്കുന്നവരെ അനുഗ്രഹിക്കലാതെ ശപിക്കരുത്. ഓക്കെ, ടിസൺ എന്ന് പറയുന്ന വ്യക്തി വചനം ജീവിക്കാത്ത ആളുകളാണ്, അതുകൊണ്ട് ഞാൻ ശപിക്കുന്നതുകൊണ്ട് എന്നെ ഉണ്ട്. ഇത് ഇവരുടെ സത്യവേദ പുസ്തകത്തിൽ റോമാക്കാർക്ക് എഴുതിയ ലേഖനം 12-ാം അധ്യായത്തിൽ പറഞ്ഞ് നിങ്ങളെ പീഡിപ്പിക്കുന്നവരെ അനുഗ്രഹിക്കലാതെ ശപിക്കരുത്. ഇവരെന്താ ചെയ്യുന്നത്? ട്രോളുകൾ വെക്കുക, പരിഹസിക്കുക, കളിയാക്കുക, ഇതല്ല ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്.
സന്തോഷിക്കുന്നവരോട് സന്തോഷം, കരയുന്നവരോട് കരയുവിൻ. നിങ്ങൾ അന്യോന്യം യോജിപ്പോട് വർദ്ധിക്കുക. ഔദിത് വെളിഞ്ഞ് എളിയവരുടെ തലത്തിലേക്കും ബുദ്ധിമാന്മാരും നിങ്ങൾ നടിക്കരുത്. തിന്മയ്ക്കു പകരം തിന്മ ചെയ്യരുത്. ഞാനിപ്പോൾ ഈ ടീമിനെ പിശാചിൻ്റെ സന്തതികളെന്നോ ഇവർക്ക് തോന്നുവാണ് ഞാൻ വിളിച്ചത് തിന്മയാണ്, അല്ലെങ്കിൽ നെറുകെട്ടവന്മാരെന്നോ അല്ലെങ്കിൽ ചെങ്കൽ ചൂളോ പെന്തകളെന്നോ ടിസൺ വിളിച്ചു എന്നങ്ങ് വിചാരിക്കുക. തിരിച്ച് ടിസനെ അതേ നാണയത്തിൽ തിരിച്ചടിക്കാനുള്ള റൈറ്റ്, തീട്ടാപ്പിന്ന് വിളിക്കാനുള്ള റൈറ്റ് വചനമനുസരിച്ച് വചനം ജീവിക്കുന്നവർ അവകാശപ്പെടുന്ന, വചനത്തിനെ പ്രതിരോധിക്കാൻ ഇറങ്ങിയിരിക്കുന്ന, ആദിമ അപ്പസ്തോലന്മാർ ജീവിച്ചതുപോലെ ജീവിച്ചെന്നൊക്കെ പറഞ്ഞു കിടക്കുന്ന ഈ പെന്തോകൾക്ക് ഇല്ല. പെന്തോകൾക്ക് നല്ല കത്തോലിക്കരുള്ള വചനം ജീവിക്കുന്ന ആർക്കും ഇല്ല. അപ്പോൾ എന്തുകൊണ്ട് ഇവർ ഈ രീതിയിലൊക്കെ പ്രതികരിക്കുന്നു? ഇനി സാധിക്കുന്നുള്ള എല്ലാവരോടും സമാധാനം പറയും. ഇവരുമായിട്ട് ആർക്കെങ്കിലും സമാധാനം, അതേ കാര്യത്തിൽ ജീജിക്കാർ കുറേ കൂടെ ഭേദമാണ്. അവർ എത്രയൊക്കെ നമ്മൾ രൂക്ഷമായി വിമർശിച്ചു കഴിഞ്ഞാലും നമ്മളോട് സൗഹൃദത്തിൽ പെരുമാറുകയും മാന്യമായി ഇടപെടാനും കഴിയുന്ന ആളുകളാണ് ജീജിക്കാർ. ഇവരോട് ആർക്കെങ്കിലും സാധിക്കുമോ? ഈ TF എന്ന് പറയുന്ന പൈശാചിക കൂട്ടത്തോട് സമാധാനത്തോടുകൂടി സംസാരിക്കാൻ ആർക്കെങ്കിലും സാധിക്കുമോ? ഒന്ന് പറഞ്ഞ ഒരു നിസാര വിഷയം, ഇപ്പോൾ ശിവ പിടിക്കലിൻ്റെയൊക്കെ മുഖത്ത് നോക്കി നീ പിശാചിൻ്റെ സന്തതിയാണെന്ന്, നീ ലൂസിഫറിൻ്റെ ആണെന്ന് പറയുമ്പോഴും ആ പുള്ളി നിശബ്ദതയോടെ അത് കേട്ടിരിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. പണ്ടൊക്കെ ജീജിക്കാർ ചിലപ്പോൾ തെറിയൊക്കെ പറയാം, ഇപ്പോൾ എന്നാന്ന് എനിക്കറിയത്തില്ല. അപ്പം ഇവർ ഈ വചനം പോലും ഒരു സാധിക്കുന്നവരും എല്ലാവരോടും സമാധാനത്തിൽ വർത്തിക്കും. ഇവരുമായിട്ട് ഒരു സമാധാനം ആർക്കും സാധിക്കുമല്ലോ. ഇനി ബൈബിൾ എന്താ പറയുന്നത്? പ്രതികാരം നിങ്ങൾ ചെയ്യാതെ അത് ദൈവത്തിൻ്റെ ക്രോധത്തിന് വിട്ടുകൊടു. എന്തെന്നാൽ എപ്രകാരം എഴുതപ്പെട്ടിരുന്നു, പ്രതികാരം എൻ്റേതാണ്, ഞാൻ പകരം വീട്ടുക തന്നെ ചെയ്യും. അപ്പോൾ ഒരു ക്രിസ്ത്യാനി എന്താ ചെയ്യേണ്ടത്? പ്രതികാരം എൻ്റേതാണ്. ഇപ്പം പോത്തുകുളത്തിൽ മുങ്ങുന്നവരെ സേഫ്റ്റി ടാങ്കിൽ ടിസൺ ഞാൻ പറയുന്നതാണ് സേഫ്റ്റി ടാങ്ക് ബന്ധുക്കൾ, അല്ലെങ്കിൽ നിങ്ങൾ കള്ളന്മാരാണ്, വ്യാജന്മാരാണ്, അല്ലെങ്കിൽ ചില ആൾക്കാർ ഒരു പെന്തക്കോസ് പാസ്റ്റർമാർ മുഴുവൻ വ്യഭിചാരികളാണെന്ന് പറയുമ്പോൾ പകരം പോപ്പുമാർ പ്രതികാരരാണെന്നും ഇയാളെന്നും പകരം ചോദിക്കുകയാണോ ഒരു ബൈബിൾ വിശ്വസിക്കുന്ന ആളുകൾ ചെയ്യുന്നത്? ഇപ്പം പിപ്പിലാദൻ, നമുക്കറിയാം പിപ്പിലാദൻ പൂർണ്ണമായിട്ടും വചനം അക്ഷരാർത്ഥത്തിൽ വിശ്വസിക്കുന്ന ആളല്ല. പിപ്പിലാദൻ്റെ കാഴ്ചപ്പാടുണ്ട്. ജീജിക്കാർക്ക് ഇപ്പം യഹോവ പറയുന്നു എന്ന് പറഞ്ഞ് ബൈബിളിൽ 10 വചനം എടുത്തിട്ട് അത് വായിച്ച് കേൾപ്പിക്കുമ്പോൾ പറയും അതിൽ 2 യഹോവ പറഞ്ഞല്ല എന്ന് പറയുന്ന ടീമാണ്. ബൈബിൾ കള്ള എഴുത്തുകളുണ്ടെന്ന് വിശ്വസിക്കുന്ന ആളുകളാണ്. ഇപ്പോൾ ഇത് തന്നെ റോമാക്കാർക്ക് എഴുതിയ ലേഖനം 12:20 ഇന്നലെ ഞാൻ മോസ്റ്റിനെ വായിച്ച് കേൾപ്പിച്ചു. എന്താണ്? പ്രിയപ്പെട്ടവരെ, പ്രതികാരം നിങ്ങൾ ചെയ്യാതെ അത് ദൈവക്രോധത്തിന് വിട്ടുകൊടു. എന്തെന്നാൽ ഇപ്രകാരം എഴുതും, പ്രതികാരം എൻ്റേതാണ്, ഞാൻ പകരം വീട്ടുക തന്നെ ചെയ്യുമെന്ന് കർത്താവ് അരുളി ചെയ്യുന്നു. അപ്പോൾ ഇത് പുതിയ നിയമത്തിലെ ദൈവമാണ് ഇത് പറയുന്നത്. അപ്പോൾ പുതിയ നിയമം പരിശുദ്ധാത്മാവിലൂടെ പൗലോസിലൂടെ പുതിയ നിയമത്തിലെ ദൈവം പ്രതികാരം ചെയ്യും, നിങ്ങൾ പുതിയ നിയമവിശ്വാസികൾ പ്രതികാരം ചെയ്യരുത് എന്നാണ് പറഞ്ഞത്. ഇത് ഞാൻ വായിച്ച് കഴിച്ചപ്പോൾ മോസ്റ്റ് പറഞ്ഞു ഇത് അങ്ങനെയല്ല എന്ന് പറഞ്ഞ് ഉരുണ്ട് കളിച്ചു. അപ്പം ഈ ഭാഗം ഒന്നെങ്കിൽ കള്ള എഴുത്താണ്, അല്ലെങ്കിൽ പൗലോസ് പരിശുദ്ധാത്മാവിൽ ദൈവവചനമല്ല. അത് എളുപ്പമാണ്. അങ്ങനെ പറയുന്ന ആളുകൾക്ക് ജീജിക്കാർക്ക് ഇത് വളരെ എളുപ്പമാണ്. കാരണം ബൈബിളിൽ അവർക്ക് ഇഷ്ടമില്ലാത്ത വചനമൊക്കെ കള്ള എഴുത്താണെന്നോ തെറ്റാണെന്നോ വ്യാജമാണെന്നോ പറഞ്ഞാൽ മതി. പക്ഷേ ഇവരങ്ങനെയല്ലല്ലോ. വചനം 100% ദൈവത്തിൻ്റെ വചനമാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ്, സകലതും വചനത്തിലുണ്ട്, വചനത്തിലില്ലാത്ത ഒന്നുമില്ല, ഞങ്ങൾ വചനം ജീവിക്കുന്നവരാണെന്ന് പറയുമ്പം ഇവർ ഈ 7 മണിക്കൂർ 8 മണിക്കൂറും ഇവരുടെ വിശ്വാസത്തെ പൊളിച്ചടിക്കുക, ധർമ്മനെ തെറി വിളിക്കുകയും ധർമ്മം മണ്ടനാന്ന് പറയുകയും ധർമ്മം തോറ്റമ്മി എന്ന് പറയുകയും ഒക്കെ ചെയ്യുമ്പോൾ ഇവർ ഈ വചനം ജീവിക്കുന്നവരാണോ? ഇത് ഞങ്ങൾ കത്തോലിക്കരോടല്ല, പെന്തക്കോസുകാരെ നീ ചോദിക്കുക. നീ ബൈബിൾ സത്യമാണെന്ന് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നീ ചിന്തിക്കുക. ഈ TF എന്ന് പറയുന്ന ട്രൂത്ത് ഫൈറ്റേഴ്സ് എന്ന ഈ ക്രിമിനൽ കൂട്ടം, അതിനകത്ത് വരുന്നതാണ് അനിലസ് നായരും ഈ ടീമുകളെല്ലാം. അതിനകത്ത് പണ്ട് അജി ഉണ്ടായിരുന്നു, അജി ഇപ്പം പുറത്ത് കിടന്നു ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ ടീമുകളെല്ലാം വചനം ജീവിക്കുന്നവരാണ്. ഓരോ ദിവസവും വചനവിരുദ്ധമായി ക്രിസ്തുവിന് എതിർസാക്ഷ്യം നൽകുന്നവരാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. നമുക്ക് ലാസ്റ്റ് ഒരു ക്ലിപ്പും കൂടെ കേൾച്ച് നമുക്ക് കേൾക്കാം. മറിയം യേശു ക്രിസ്തുവിന് തൊട്ട് താഴെയുള്ള ആളാണ്. മനസ്സിലാവും? പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ് എന്ന ത്രിയേക നിന്റെ ചിത്രത്തിൽ നിന്ന നേത്രങ്ങൾ കൊണ്ടു നോക്കുക, ഒട്ടരാം ഞങ്ങൾ നിൻപാതേ വന്നു മോങ്ങുന്നു തള്ളെ കാണുക. കണ്ടോ? പരിശുദ്ധ കന്യാമറിയത്തെ അവമാനിക്കുന്നതാണ്.
തള്ളെ കാണുക. ശരിക്കും ഈ വാരിയറിലൊക്കെ റിയൽ ഈവിളാണ് പ്രവർത്തിക്കുന്നത്, റിയൽ ഈവിൾ. ആ ഈവിളിൻ്റെ പൊസഷൻ അതിൻ്റെ ഒരു 90% വാരിയറിലൊക്കെ ഉണ്ടെന്ന് വേണം നമുക്ക് പറയാൻ പറ്റും. മനസ്സിലാവും. പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ് എന്ന ത്രിയേക ഗിലിയമ്മേ നിന്റെ ചിത്രത്തിൽ നിന്ന നേത്രങ്ങൾ കൊണ്ടു നോക്കുക. ഒട്ടരാം ഞങ്ങൾ നിൻ പാതേ വന്നു മോങ്ങുന്നു തള്ളെ കാണുക. ഗിലിയമ്മേ നിന്റെ ചിത്രത്തിൽ നിന്ന നേത്രങ്ങൾ കൊണ്ടു കാണുക. പൊട്ടരാം ഞങ്ങൾ നിൻ പാതേ വന്നു മോങ്ങുന്നു തള്ളെ കാണുക. ഗിലിയമ്മേ ഗിലിയമ്മേ നിന്റെ നേത്രങ്ങൾ കൊണ്ട് നോക്കുക. നിൻപാതേ നിൽക്കുന്നു ഗിലിയെ ഒപ്പിനെ കാണുക. വെടിവീരൻ തങ്ങൾ വെപ്പാട്ടിയാകും കൊച്ചമ്മേ ഒന്നു നോക്കണേ. വെടിവീരൻ തങ്ങൾ വെപ്പാട്ടിയാകും കൊച്ചമ്മേ ഒന്ന് നോക്കണേ. ഞങ്ങളങ്ങയെ വാഴ്ത്തിപ്പാടിക്കൊണ്ടിരുത്തുന്നു റോഡിൽ തെണ്ടുവാ. ഞങ്ങളങ്ങയെ വാഴ്ത്തിപ്പാടിക്കൊണ്ടിരുത്തുന്നു തെരുവിൽ തെണ്ടുവാ. ഗിലിയമ്മേ നിന്റെ ചിത്രത്തിൽ നിന്ന നേത്രങ്ങൾ കൊണ്ടു നോക്കുക. പൊട്ടരാം ഞങ്ങൾ നിൻ പാതേ വന്നു മോങ്ങുന്നു തള്ളെ കാണുക. ഗിലിയമ്മേ നിന്റെ ചിത്രത്തിൽ നിന്ന നേത്രങ്ങൾ കൊണ്ടു നോക്കുക. പൊട്ടരാം നമ്മുടെ ഞങ്ങൾ നിൻ പാതേ വന്നു മോങ്ങുന്നു തള്ളെ കാണുക. മുകളിൽ ഒരു ലിങ്ക് ഇട്ടിട്ടുണ്ട്. ഇതാണ് ഗിലിയ ഫർണസ്. ഗിലിയ ഫർണസ്. ഇവിടെ സഹോദരന്മാരെ, ഈ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. ഇതാണ് പെന്തക്കോസ് വിശ്വാസ പ്രതിരോധം. കത്തോലിക്ക തിയോളജിയുടെ മുന്നിൽ, ശക്തമായ ആർഗ്യുമെൻറ്റുകളുടെ മുന്നിൽ പിടിച്ചു നിൽക്കാൻ പറ്റുകയോ കത്തോലിക്കരുമായിട്ട് സംവാദത്തിന് ഒരു സ്ട്രക്ചേർഡ് സംവാദം, കൃത്യമായ നിയമങ്ങളോടുകൂടിയ സ്ട്രക്ചേർഡ് സംവാദം, 1, 2, 3, 4 ഒരു സംവാദത്തിൽ വേണ്ട രീതിയിൽ പെർഫോം ചെയ്യാൻ പറ്റിയില്ല എന്ന് തോന്നുകയാണെങ്കിൽ അടുത്ത സംവാദം, അങ്ങനെ ആശയപരമായിട്ട് വിശുദ്ധ ബൈബിളിൻ്റെ വെളിച്ചത്തിൽ കത്തോലിക്ക വിശ്വാസം തെറ്റാണെന്നും കത്തോലിക്ക വിശ്വാസമല്ല യഥാർത്ഥ ബൈബിളിൻ്റെ കാഴ്ചപ്പാടെന്നും സമൂഹത്തെയും കത്തോലിക്കരെയും ബോധ്യപ്പെടുത്തുന്നതിന് പകരം ഇങ്ങനെ പരിഹസിക്കുകയും കളിയാക്കുകയും ഒക്കെ ചെയ്ത് ഇതുപോലെയൊക്കെ വീഡിയോയ്ക്ക് വേണ്ടിയൊക്കെ തങ്ങളുടെ ദൈവം തന്ന താലന്തുകളെ തിന്മയ്ക്കായി ഉപയോഗിച്ചുകൊണ്ട് പരിഹാസം, ശത്രുക്കളെ സ്നേഹിക്കുക, നിന്ദനത്തിന് പകരം നിന്ദനം നൽകരുത്, അനുഗ്രഹിക്കുവിൻ, തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യരുത്, ഏവരുടെയും ദൃഷ്ടിയിൽ ശ്രേഷ്ഠമായി പ്രവർത്തിക്കുന്നൊക്കെ പറഞ്ഞ വചനത്തെയൊക്കെ വളച്ചൊടിച്ച് ഈ പ്രതിരോധം നടത്തുമ്പോൾ ഞങ്ങൾ കത്തോലിക്കർക്ക് ഇതൊന്നും ഒരു വിഷയമല്ല. അതുകൊണ്ടാണ് കത്തോലിക്കർ ഇത്തരം ആളുകളെ ഒന്നും വലിയ അഡ്രസ്സ് ചെയ്യാത്തതൊന്നും. കാരണം ഞങ്ങൾ വിശുദ്ധ കുർബാന കേന്ദ്രീകൃതമായ ഒരു ദൈവവും മനുഷ്യനും തമ്മിലുള്ള ബന്ധത്തിൽ ഫോക്കസ് ചെയ്തുകൊണ്ട് ഒരു കൗതാശികമായ ഒരു ജീവിതം, ഒരു താപസ ആധ്യാത്മികയുടെ തലത്തിൽ വരുന്നൊരു ജീവിതമാണ് ഞങ്ങൾ നയിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇങ്ങനെ സോഷ്യൽ മീഡിയയിലൊന്നും കത്തോലിക്ക സഭയ്ക്കെതിരെ ഇതുപോലെയുള്ള ഇത് പരിശുദ്ധ കന്യാമറിയത്തെ വളരെ വ്യക്തമായി അപഹസിക്കുന്ന ഒരു പ്രവൃത്തിയാണ് ഈ കാണിക്കുന്നത്. ഇപ്പോൾ ഇത് തിയോളജിക്കലി പരിശുദ്ധ കന്യാമറിയത്തെ കുറിച്ച് എതിർത്ത് പറയുന്നതിലൊന്നും നമുക്ക് എതിർപ്പില്ല. പക്ഷേ ഇത് പൊതുസമൂഹത്തിൻ്റെ മുന്നിൽ വിജാതരുടെ ഇടയിൽ ക്രിസ്ത്യാനികൾ ഇങ്ങനെയാണെന്ന തെറ്റിദ്ധാരണ ഉണ്ടാക്കുകയും ഇവരെ കണ്ടുകൊണ്ടാണ് ക്രിസ്ത്യാനികളെ പൊതുസമൂഹം കാണുന്നെങ്കിൽ ക്രിസ്തുവിനോട് തന്നെ വലിയ വെറുപ്പുണ്ടാകുന്ന, ക്രിസ്തു മതത്തോട് തന്നെ വലിയ വെറുപ്പുണ്ടാകുന്ന ആളുകൾ സൃഷ്ടിക്കപ്പെടുകയും ചെയ്യുമെന്ന ബോധ്യത്തിൽ നിന്നുകൊണ്ടാണ് ഈ കൂട്ടരെ നമ്മൾ അഡ്രസ്സ് ചെയ്യുന്നത്. ഇനി ഇവർ പറയുന്ന ആശയങ്ങൾക്ക്
ഇപ്പോൾ ആൻലസ് നായർ പറഞ്ഞ മിഡിത്തരങ്ങൾക്ക് ഒക്കെ ഞാൻ അതേ രീതിയിൽ മാന്യമായ രീതിയിൽ പല വീഡിയോകളും ചെയ്തുകൊണ്ട് മറുപടി നൽകുന്നുണ്ട്. അപ്പോൾ ഈ TF എന്ന് പറയുന്ന ട്രൂത്ത് ഫൈറ്റേഴ്സ് വന്ന ഈ കൂട്ടർ ഒരിക്കലും വചനം ജീവിക്കുന്നവരല്ല. വചനം കർത്താവെ എന്ന് വിളിക്കുന്നവരാണ്, പക്ഷേ അവൻ്റെ വാക്കുകൾ ജീവിക്കുന്നവരല്ല. അതുകൊണ്ട് തന്നെ ഇവർ ക്രിസ്ത്യാനികളല്ല. ക്രിസ്തുവിനെ വിറ്റ് ജീവിക്കുന്ന, ക്രിസ്തുവിൻ്റെ പേരിൽ നാട്ടുകാരെ പറ്റിച്ചും പണമുണ്ടാക്കിയും ജീവിക്കുന്ന ഒരു കൂട്ടരാണ് എന്ന സത്യം ഈ അനിൽകുമാർ അയ്യപ്പൻ്റെ, ഷിമോൻ തങ്കപ്പൻ്റെ, ജെയ്സ് അബ്രഹാമിൻ്റെയും വാര്യരുടെയും ഒക്കെ നേതൃത്വമുള്ള ഈ കൂട്ടരെന്ന് നിങ്ങൾ തിരിച്ചറിയുക. പെട്രാജിമിയുടെയൊക്കെ നിങ്ങൾ തിരിച്ചറിയുക. ഇവരെ ഇനി ഈ റൂമിൻ്റെ വൃത്തികേടുകൾ, ഇതിപ്പോൾ നിങ്ങൾ ഈ യൂട്യൂബിലൊക്കെ ചെയ്തുകൊണ്ടാണ് വളരെ മോശമായ രീതിയിൽ സംസാരിക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്. അത് മാത്രം എഡിറ്റ് ചെയ്ത് ഞാൻ ആ വീഡിയോ മാത്രം എന്ന് വെച്ചാൽ ഞാനുണ്ടാകത്തില്ല, വീഡിയോ മാത്രമായിട്ട് ഞാൻ സമൂഹത്തിന് ഇവരെക്കുറിച്ച് അവയർനെസ് ഉണ്ടാകാൻ വേണ്ടി ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ശ്രമിക്കുന്നതായിരിക്കും. സമയത്തിൻ്റെ പരിമിതി പോലെ ഇരിക്കും. അപ്പോൾ സർവശക്തനായ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ, എന്നെ അനുഗ്രഹിക്കട്ടെ. പ്രിയപ്പെട്ട പെന്തക്കോസുകാര, ക്രിസ്തുവിനെ സ്നേഹിക്കുകയും തിരുവചനം സത്യമാണെന്ന് വിശ്വസിക്കുകയും ചെയ്യുന്ന പെന്തക്കോസുകാര, ഇത്തരം നിങ്ങളുടെ ഇടയിലേക്ക് നുഴഞ്ഞു കയറിയിരിക്കുന്ന, നിങ്ങളുടെ ലേബൽ നെറ്റിയിൽ ഒട്ടിച്ച് നുഴഞ്ഞിരിക്കുന്ന, വിശുദ്ധ ഇടങ്ങളിൽ വസിക്കുന്ന പിശാചുക്കളായ ഈ യൂദാസുമാരെ നിങ്ങൾ തിരിച്ചറിഞ്ഞ് ഇവരിൽ നിന്ന് അകന്നു നിൽക്കുക എന്ന് ഞാൻ അപേക്ഷിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു.